ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. സന്തോഷമാണോ? ഞങ്ങൾക്ക് സന്തോഷമാണെന്നു പറഞ്ഞേ. 10 പ്രാവശ്യം എല്ലാ ദിവസവും പറയണം. പറഞ്ഞാൽ എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും. നാളെ മുതൽ പരീക്ഷിച്ച് നോക്കിക്കൊള്ളണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറയണം. എന്താണ്? എനിക്ക് നല്ല സന്തോഷമാണ് എന്ന് പറയണം. പറഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും? കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ഉത്തമനായ മനുഷ്യൻ തൻ്റെ വാക്കുകളുടെ സൽഫലം അനുഭവിക്കും എന്ന് പറഞ്ഞാൽ, ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, നീ എന്ത് പറയുന്നോ അതാണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നത്. എന്താ ഞാൻ പറഞ്ഞേ? നീ എന്ത് പറയുന്നോ അതാണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പറയണം, എന്താണ്? നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണം. അതുകൊണ്ട് പറഞ്ഞേ, എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞേ. ഞങ്ങൾക്ക് സന്തോഷമാണ്, എനിക്ക് സന്തോഷമാണ് പറയണം. ഇടയ്ക്കിടയ്ക്ക് പറയണം കേട്ടോ. പറയുമോ? പറയാവോ? ഓക്കെ. നമുക്ക് ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവാം. ഞാൻ ദാവീദിനെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനാവാൻ സഹായിച്ച കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ആശ്രയവും. ഏത് സാഹചര്യത്തിലും അയാൾ ദൈവത്തെ അടിയുറച്ച് വിശ്വസിച്ചു. മോശപ്പെട്ട അനുഭവങ്ങൾ വന്നപ്പോഴും, പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ വന്നപ്പോഴും, കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാർത്തകൾ കേട്ടപ്പോഴും, വിശ്വസിച്ചവർ ചതിച്ചപ്പോഴും, കുടുംബാംഗങ്ങൾ പോലും തള്ളിപ്പറഞ്ഞപ്പോഴും, രാജാവ് വേട്ടയാടിയപ്പോഴും, ഒരു അഭയാർത്ഥിയായി അലഞ്ഞു നടക്കേണ്ടി വന്നപ്പോഴും, കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോഴും, എല്ലാ സാഹചര്യത്തിലും അയാൾ അടിയുറച്ച് ദൈവത്തിൽ വിശ്വസിച്ചു. അപ്പോൾ ആ വിശ്വാസമാണ് അയാളെ ദൈവത്തിന് പ്രിയപ്പെട്ടവനാക്കി മാറ്റിയത്. അതുകൊണ്ട് അത് ഒന്നാമത്തെ കാര്യം. ഇനി നമ്മൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കാൻ, ദാവീദിൻ്റെ ജീവിതത്തിലൂടെ അല്പദൂരം സഞ്ചരിച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കും. 1 സാമുവേൽ അധ്യായം 16 എടുക്കുക. ദാവീദിനെ തെരഞ്ഞെടുക്കുന്നതാണ് അവിടെ വിവരിക്കുന്നത്. 1 സാമുവേൽ അധ്യായം 16. കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ രാജത്വത്തിൽ നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും? കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേംകാരനായ ജസ്സയുടെ അടുത്തേക്ക് അയക്കും. അവൻ്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. സാമുവേൽ അപ്പോൾ സാവൂളിനെ ദൈവം തിരസ്കരിച്ചു. ദൈവം സാമുവേലിനോട് പറയുന്നു, വേഗം അഭിഷേക തൈലവും എടുത്ത് ബേത്ലഹേംകാരനായ ജസ്സയുടെ വീട്ടിലേക്ക് പുറപ്പെടുക. ജസ്സയ്ക്ക് 8 മക്കളുണ്ട്. ഈ 8 മക്കളിൽ ഒരാളെ ഞാൻ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു. ആരെയാണെന്ന് പറഞ്ഞില്ല. സാമുവേൽ പറഞ്ഞു, ഈ വിവരമെങ്ങാനും സാവൂൾ അറിഞ്ഞാൽ അപ്പോൾ തന്നെ എന്നെ കൊന്നുകളയും. അപ്പോൾ ദൈവം പറയുകയാണ്, നീ ബേത്ലഹേമിലേക്ക് ചെന്നിട്ട് ബലിയർപ്പിക്കാൻ അവിടെയുള്ള ആളുകളെ വിളിച്ചു കൂട്ടുക. ജസ്സയെ പ്രത്യേകം വിളിക്കുക. അവിടെ വെച്ചിട്ട് ജസ്സയോട് മാത്രമായിട്ട് ഈ വിവരം പറയുക. അപ്പോൾ അയാൾ തൻ്റെ 8 മക്കളെ നിന്നെ കാണിക്കും. ആരെയാണ് അഭിഷേകം ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ അതീവ രഹസ്യമായി സാമുവേൽ ജസ്സയോട് ഈ വിവരം പങ്കുവച്ചു. അപ്പോൾ ജസ്സ പറഞ്ഞു, ഒന്നാമത്തവനാവാനാണ് സാധ്യത. അവൻ്റെ പേരാണ് ഏലിയാബ്. അവനാവാനാണ് സാധ്യത. കാരണം അവനാണ് നല്ല പൊക്കമുള്ളവൻ, നല്ല ആരോഗ്യമുള്ളവൻ, നല്ല മുഖശ്രീയുള്ളവൻ, നല്ല ആയുധ പരിശീലനമുള്ളവൻ. അവൻ സാവൂളിൻ്റെ
അംഗരക്ഷകരിൽ ഒരാളാണ്, പട്ടാളക്കാരിൽ ഒരാളാണ്, യുദ്ധം ചെയ്ത് പരിചയമുണ്ട്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഗ്രാഹ്യമുണ്ട്, പോരാത്തതിന് ആരോഗ്യമുണ്ട്, അറിവുമുണ്ട്, കായബലമുണ്ട്, ബുദ്ധിയുണ്ട്. ഇവനാവാനാണ് സാധ്യത. അപ്പോൾ ഏലിയാബിനെ മുമ്പിൽ കൊണ്ടു നിർത്തിയപ്പോൾ സാമുവേലിനും തോന്നി ഇവനാവാനാണ് സാധ്യത. എന്നാൽ ദൈവം പറഞ്ഞു, ഇവനെ അല്ല ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു വാക്യം വായിക്കാം, 6-ാമത്തെ വാക്യം, 1 സാമുവേൽ 16:6 വായിക്കുക. അവൻ വന്നപ്പോൾ സാമുവേൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു. കർത്താവിൻ്റെ അഭിഷിക്തനാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവൻ്റെ ആകാര വടിവോ ഉയരമോ നോക്കണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. അടുത്ത വാക്യം ഉറക്കെ വായിക്കുക. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. POC പരിഷ്കരിച്ച പുതിയ ബൈബിളിൽ ഇത് കുറെ കൂടി മനോഹരമായിട്ടാണ്, കൃത്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കണ്ണുകൊണ്ട് കാണുന്നതാണ് മനുഷ്യൻ വിലയിരുത്തുന്നത്, അകം കാണുന്നത് കർത്താവാണ്. ഹല്ലേലൂയ. കണ്ണുകൊണ്ട് കാണുന്നതാണ് മനുഷ്യൻ വിലയിരുത്തുന്നത്, നയനം കൊണ്ട് കാണുന്നത് മനുഷ്യൻ വിലയിരുത്തുന്നു. എന്നാൽ ദൈവം കാണുന്നത് ഹൃദയമാണ്. ഞാൻ 2-3 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത്, ഹൃദയം കാണുന്ന ദൈവത്തിൽ മാത്രം പ്രത്യാശ അർപ്പിക്കുക. മനുഷ്യൻ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നത് നിങ്ങൾ ഗൗരവമായി എടുക്കരുത്. എടുത്താൽ നിങ്ങൾക്ക് മനസമാധാനം ഒരു ദിവസം പോലും ഉണ്ടാവില്ല. മനുഷ്യൻ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നുവെന്ന് നിങ്ങൾ ഗൗരവമായിട്ട് എടുത്താൽ നിങ്ങൾക്ക് ഒരൊറ്റ ദിവസം പോലും സമാധാനം ഉണ്ടാവില്ല. കാരണം എന്താണ്? കാരണം എന്താ? ഈ 3 ആൾ കൂടുന്നെടുത്ത് 4-ാമത്തെ കുറ്റം പറഞ്ഞിരിക്കും. പറഞ്ഞ ഹല്ലേലൂയ. അതായത് നമ്മൾ വിചാരിക്കുകയാണ് പറയത്തില്ലെന്ന്. നമ്മളിപ്പോൾ നിങ്ങൾ 4 പേരുടെ കൂട്ടത്തിൽ നിന്നു, നിങ്ങളങ്ങോട്ട് മാറിട്ട് അവർ നിങ്ങളുടെ കുറ്റം പറയുമെന്ന്. എനിക്കിതെങ്ങനെ മനസ്സിലായെന്നറിയാമോ? ഈ ധ്യാന കേന്ദ്രത്തിൽ ഓഡിയോ ഉള്ള ക്യാമറയുണ്ട്. ഹലോ, എനിക്കിത് ഞാൻ വിചാരിച്ച എൻ്റെ കുറ്റം പറയത്തില്ലെന്നാണ് വിചാരിച്ചിരുന്നത്. ഈ ധ്യാന കേന്ദ്രത്തിൽ ക്യാമറ, വീഡിയോ മാത്രമല്ല ഓഡിയോയും ഉള്ള ക്യാമറയുണ്ട്. ആ ക്യാമറ വെച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ആളുകൾ നമ്മുടെ അതുകൊണ്ട് അത് കേൾക്കാൻ നിന്നാൽ നമുക്ക് ഒരിക്കൽ പോലും മനസമാധാനം ഉണ്ടാവത്തില്ല. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, മനുഷ്യൻ പറയുന്ന ഒരു കാര്യവും ശ്രദ്ധിച്ച് നിങ്ങൾ ജീവിക്കാനിരിക്കരുത്. നിങ്ങൾ നോക്കേണ്ടത് ഹൃദയം കാണുന്ന ദൈവത്തെ മാത്രം മനസ്സിൽ ലക്ഷ്യം വെച്ച് ജീവിക്കുക. ഹൃദയം കാണുന്നത് ദൈവമാണ്. ദൈവം പറയട്ടെ, ദൈവം തീരുമാനിക്കട്ടെ, ദൈവം വിധി എഴുതട്ടെ, ദൈവം നിർത്തുകയോ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യട്ടെ. ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണം. കേൾക്കുന്നുണ്ടോ? അതായത് ഒരു കാര്യത്തെക്കുറിച്ചും മനുഷ്യൻ പറയുന്ന അഭിപ്രായങ്ങളെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ഗൗരവമായി എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ തീരുമാനിക്കണം, ദൈവം എന്ത് പറയുന്നു എന്നത് മാത്രമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എൻ്റെ ദൈവം എനിക്ക് മാർക്കിടട്ടെ. എനിക്ക് ആര് മാർക്കിടണം? ദൈവം മാർക്കിടട്ടെ. ദൈവം തീരുമാനിക്കട്ടെ, ദൈവം കൽപ്പിക്കട്ടെ, ദൈവം ചെയ്യട്ടെ. ദൈവം അനുഗ്രഹിക്കുകയോ ദൈവം ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യട്ടെ. കർത്താവ് ചെയ്യുന്നത് മാത്രം ലക്ഷ്യം വെക്കുക. ഹല്ലേലൂയ. മനുഷ്യൻ പറയുന്നത് ഇതിന് പരിശീലന ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യർ പറയുന്ന മനുഷ്യരുടെ പ്രീതി, മനുഷ്യൻ്റെ അഭിപ്രായം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. 10 ദിവസം നന്മ പറഞ്ഞാൽ അടുത്ത 10 ദിവസം ആളുകൾ കുറ്റം പറയും. അടുത്ത 10 ദിവസം കുറ്റം പറഞ്ഞാൽ അതിനടുത്ത 10 ദിവസം നന്മ പറയും. മനുഷ്യൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. അത് മൂടിക്കെട്ടാത്ത കലം പോലാണ്. അതിങ്ങനെ തുറന്നു കിടക്കുകയാണ്. അത് പോയ കോടാലിയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനിങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളതിനെ ഗൗരവമായി എടുക്കരുത്. ഇവിടെ കർത്താവ് പറയാണ്, ഹൃദയഭാവം കാണുന്ന ഒരാളുണ്ട്. അതാരാണ്? അത് ദൈവമാണ്. ദൈവത്തെ മാത്രം ഗൗരവമായിട്ട് എടുക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ദൈവം തിരഞ്ഞെടുത്ത ആളുകളെക്കുറിച്ച് വിധി പ്രഖ്യാപിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, ദൈവം തിരഞ്ഞെടുത്തവരെ കുറിച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു വികാരിയച്ഛനുണ്ടെന്നിരിക്കട്ടെ.
ആ വികാരി അച്ഛൻ നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്. നിങ്ങൾക്ക് ആ വികാരി അച്ഛനോട് ഒട്ടും ഒരു പ്രതിപത്തിയോ മമതയോ ഇല്ല. കാരണം ആ അച്ഛൻ നിങ്ങൾക്ക് അടുക്കാൻ പറ്റാത്ത ആളാണ്. ആ അച്ഛനോട് മിണ്ടാൻ പറ്റില്ല. ആ അച്ഛൻ രാഗി മിനുക്കിയ കത്തി പോലാണ്. അച്ഛൻ്റെ അടുത്തോട്ട് എന്നാൽ നമ്മൾ മുറിയും. അങ്ങനത്തെ അച്ഛനാണ്. അല്ലെങ്കിൽ ആ അച്ഛൻ എപ്പോഴും നിങ്ങളിലെ കുറ്റം മാത്രം കാണുന്ന ഒരാളാണ്. അങ്ങനെയൊന്നും അച്ഛന്മാരില്ല. ഞാൻ ഒരു ഉദാഹരണത്തിന് പറയണം. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങനെ ഒരു അച്ഛൻ ഉണ്ടെന്ന് വിചാരിക്കുക. അല്ലെ നിങ്ങളുടെ വികാരിച്ച് അങ്ങനെ, അല്ലെ ഞാൻ അങ്ങനെയാണ്, ഇപ്പം എൻ്റെ ഇടവക്കാർ ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ആളുകൾക്ക് എന്നോട് അടുക്കാൻ പറ്റുന്നില്ല, അല്ലെ എന്നോട് മിണ്ടാൻ പറ്റുന്നില്ല, എന്നെ പേടിയാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് മടുത്തിരിക്കുകയാണ്. ഇതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആ ആളെ ദൈവം തിരഞ്ഞെടുത്തതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന് തെറ്റുപറ്റും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ദൈവം ഇയാളുടെ ജീവിതം കാണാതാണ്, ഇയാളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും കാണാതാണ് തിരഞ്ഞെടുത്തതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ദൈവത്തിന് തെറ്റുപറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നുമില്ല. നിങ്ങളിങ്ങനെ ചിന്തിക്കണം, ഈ ആളുടെ ഹൃദയം ദൈവം കണ്ടിട്ടുണ്ട്. ഇയാളുടെ ഹൃദയം കണ്ട് ദൈവം അയാളെ വിളിച്ചാണ്. അതുകൊണ്ട് നമ്മൾ കാണാത്തതെന്തോ ഒന്ന് ഈ ആളിൽ ഉണ്ട്. ദൈവം വില കൊടുത്ത ഒരാളാണ്. അതുകൊണ്ട് പരമാവധി ആവുന്നിടത്തോളം, സാധിക്കുന്നിടത്തോളം, അതാരും ആവട്ടെ, അത് മെത്രാനാവട്ടെ, അച്ഛനാവട്ടെ, ഇനി മേലധികാരിയാവട്ടെ, ആരെങ്കിലും ആവട്ടെ, നമുക്ക് ദൈവം തിരഞ്ഞെടുത്ത് നമുക്ക് വിധേയപ്പെടാനായി ആളുകളെ തന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവർക്ക് വിധേയപ്പെടാൻ ദൈവം ആളുകളെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ചിന്തിക്കണം, ദൈവം തിരഞ്ഞെടുത്തതാണ്, ദൈവം ഹൃദയം കണ്ടതാണ്. അതാണ് എനിക്ക് നിങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള രണ്ടാമത്തെ കാര്യം. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ പോലും കാണുന്ന ഒരു ദൈവമുണ്ട് എന്നത് നിങ്ങളെ ഒരുപാട് ആശ്വാസത്തിലേക്ക് നയിക്കും. അതായത് നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് പോലും ദൈവം കാണുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഹൃദയത്തിൽ നമ്മുടെ വേദന ദൈവം കാണുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം കാണുന്നുണ്ട്. അങ്ങനെ ദൈവം കാണും. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നും. അത്ഭുതം. ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ തെരുവിൽ സുവിശേഷം പങ്കുവെക്കുന്ന ശുശ്രൂഷയാണ്. അപ്പോൾ ഞങ്ങൾ ഒരിക്കൽ മൗണ്ട് കാർമലിൽ നിന്ന് തിരുവനന്തപുരത്ത് തെരുവുകളിൽ പോയി സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അന്ന് പല പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നേരിട്ടു. ഒന്നാമത്തെ പ്രായോഗിക ബുദ്ധിമുട്ട്, കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ ഈ തെരുവിലെ സുവിശേഷ പ്രസംഗം ബുദ്ധിമുട്ടാവും. കാരണം ഏതെങ്കിലും കടയുടെ വരാന്തയിൽ നിന്നായിരിക്കും പ്രസംഗിക്കുന്നത്. അപ്പോൾ ആളുകൾ മഴയാണെങ്കിൽ കേൾക്കാൻ ആരും വന്ന് നിൽക്കത്തില്ല. ഇനി രണ്ടാമത്തെ പ്രശ്നം, ഈ കടക്കാരന് അത് ഇഷ്ടപ്പെടണമെന്നില്ല. ആ കടയിലോട്ട് ആളുകൾ കയറുന്നതിനും ഇറങ്ങുന്നതിനും അത് തടസ്സം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ നിന്ന് പോയി പ്രസംഗിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ആളുകൾ കൂടുമ്പോൾ അത് ഈ കടക്കാരന് ബുദ്ധിമുട്ടാണ്. മൂന്നാമത്തേത്, വലിയ വാഹന തിരക്കുള്ള ഒരു റോഡിൽ നിന്ന് പ്രസംഗിക്കാൻ പറ്റില്ല. കാരണം വണ്ടികൾ തലങ്ങും വിലങ്ങും പോകുന്നതുകൊണ്ട് ചിലപ്പോൾ റോഡ് സൈഡിൽ നമുക്ക് അങ്ങനെ നിന്ന് പ്രസംഗിക്കാൻ പറ്റില്ല. ഇങ്ങനെ പല പ്രായോഗിക ബുദ്ധിമുട്ട്. അടുത്തത്, മഴയാണെങ്കിൽ പറ്റില്ല. മഴയാണെങ്കിൽ നമ്മൾ സ്പീക്കറൊക്കെ കൊണ്ടാണ് പോകുന്നത്, അതെല്ലാം നനയും, മൈക്കെല്ലാം നനയും, നമ്മളും നനയും. അപ്പം അന്ന് ഞങ്ങൾ 2 ദിവസം തിരുവനന്തപുരത്തെ തെരുവുകളിൽ സുവിശേഷം പ്രസംഗിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ രണ്ടാമത്തെ ദിവസം ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഈ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ എന്താണൊരു വഴി? അപ്പം ഞാൻ തിരുവനന്തപുരത്ത് വേളി എന്ന് പറയുന്ന സ്ഥലത്ത് മനോഹരമായൊരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൻ്റെ മുമ്പിലുള്ള ജംഗ്ഷനിൽ ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. ഒരു ലോറിയുടെ പുറകുവശം ബോഡി ഒരു സ്റ്റേജായിട്ട് മാറ്റിയിട്ട് ഒരു സ്കൂട്ടർ കമ്പനിക്കാരൻ അയാളുടെ സ്കൂട്ടറുകൾ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ട ഉടനെ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരാശയം വന്നു. അതായത് ഇതുപോലൊരു ലോറിയുടെ പുറകുവശം ഒരു സ്റ്റേജാക്കിയാൽ നമുക്ക് നനയാതെ നിന്ന് പ്രസംഗിക്കാം, ഒരു കടക്കാരനെ ശല്യപ്പെടുത്തണ്ട, ഒരു മഴയും പേടിക്കണ്ട, യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്കിഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള സ്ഥലത്ത് വണ്ടി കൊണ്ടിടുക, അവിടെ നിന്ന് പ്രസംഗിക്കുക.
പക്ഷേ ലോറി വേണം. എനിക്ക് ലോറിയുടെ വില, കാറുകളുടെയൊക്കെ വില എനിക്ക് അത്യാവശ്യം അറിയാം, പക്ഷേ എനിക്ക് ലോറിയുടെ വില അറിയില്ലായിരുന്നു. അപ്പം ഞാൻ അതുമായി ബന്ധപ്പെട്ട പരിചയമുള്ള ഒരാളോട് ഒരു ലോറിക്ക് എത്ര രൂപയാവും ചോദിച്ചു, നമ്മുടെ ഈ പർപ്പസിന് പറ്റിയ ഒരു ലോറിക്ക്. അയാൾ പറഞ്ഞു ഒരു 10-20 ലക്ഷം രൂപയാവും എന്ന് പറഞ്ഞു. 20 ലക്ഷം രൂപ ലോറി വാങ്ങാനെന്ന് പറഞ്ഞ് എടുക്കാനൊന്നും ഒരു പാവപ്പെട്ട സുവിശേഷകൻ്റെ കയ്യിലില്ല. 20 ലക്ഷം രൂപ ഒരു ലോറി വാങ്ങാൻ ഇല്ല. പക്ഷേ ഞാൻ പറയുകയാണ്, ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് പറയുകയാണ്, ഇതിനകത്ത് ലവലേശം അതിശയോക്തിയില്ല. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആഗ്രഹിച്ചു, കർത്താവേ, എനിക്കൊരു ലോറി വാങ്ങിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറയാം, ഒരു 3 ആഴ്ചക്കുള്ളിൽ മൗണ്ട് കാർമലിൻ്റെ മുറ്റത്ത് ഏഷ്യറിൻ്റെ പുത്തൻ ലോറി വന്ന് നിന്നു. ഒരാളോട് പോലും ചോദിച്ചിട്ടില്ല ലോറി വാങ്ങാൻ സഹായിക്കണമെന്ന്, ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല ലോറി വാങ്ങണമെന്ന്. പുത്തൻ ലോറി. ഇനി ലോറി കിട്ടി, ആശയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, ടെക്നോളജി ഇല്ല, ഐഡിയ മാത്രമേ ഉള്ളൂ, സാങ്കേതികതയില്ല. അപ്പം ഇതിനെ ഇനി സ്റ്റേജ് ആക്കണം. അതാര് ചെയ്യും? അങ്ങനെയുള്ള പരിചയങ്ങളൊന്നുമില്ല നമുക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാ സെക്കൻഡ് സാറ്റർഡേക്കും മൗണ്ട് കാർമലിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ വരികയാണ്. അദ്ദേഹം കണ്ടെയ്നർ ലോറിയുടെ ബോഡി പണിയുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, ഈ ലോറിയുടെ ബാക്ക് സൈഡ് ഇങ്ങനെ സ്റ്റേജ് പോലെ ആക്കാൻ പറ്റുമോ? അയാൾ പറഞ്ഞു, അച്ഛൻ്റെ മനസ്സിലുള്ള എല്ലാം പറയാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പേപ്പറിനകത്ത് വരച്ച് തരാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നതെല്ലാം ഞാനൊരു പേപ്പറിനകത്ത് വരച്ചു കൊടുത്തു. അദ്ദേഹം അത് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടതിനേക്കാളും മനോഹരമായി ഒരു വലിയ സ്റ്റേജാക്കി മാറ്റി. ഇതുപോലെ ഒരു ലോറിയുടെ പുറകുവശം മൈക്ക് സെറ്റൊക്കെ വെച്ച് എല്ലാം വെച്ച് എയർ കണ്ടീഷൻ ചെയ്ത് ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്ത് ഒരു ലോറി. എല്ലാം കൂടെ ഒരു 2 മാസത്തിനുള്ളിൽ നടന്നു. എല്ലാം കൂടെ. ഞാൻ ആ ലോറി മൗണ്ട് കാർമലിൻ്റെ മുറ്റത്ത് കിടക്കുമ്പോൾ എപ്പോൾ കാണുമ്പോഴും ഞാൻ ഓർക്കും, ഇത് ഹൃദയത്തിലെ ഒരു ആഗ്രഹമായിരുന്നു. ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, ലോറി തരണേന്ന് പറഞ്ഞിട്ടില്ല, ആഗ്രഹിച്ചതാണ്. കർത്താവേ, ഒരു ലോറി കിട്ടിയായിരുന്നെങ്കിൽ അതിനകത്ത് പോയി സുവിശേഷം പ്രസംഗിക്കാൻ. 1000 അനുഭവം ഞാൻ പറയാം. പറയണമെന്നില്ല, നിങ്ങൾ ആഗ്രഹിച്ചാൽ മതി, അല്ലെ ഉള്ളിൽ പറഞ്ഞാൽ മതി, ഹൃദയത്തിൽ വെച്ചാൽ മതി. ഇത് കാണുന്ന, ഇത് ലോകത്തിലെ ഒരു മതത്തിലും അങ്ങനൊരു ദൈവത്തെ ഒരു ലോക മതവും അവതരിപ്പിച്ചിട്ടില്ല. ക്രിസ്ത്യാനി വിശ്വസിക്കുന്ന സത്യദൈവത്തെക്കുറിച്ച് മാത്രമേ അവൻ്റെ വെളിപ്പെടുത്തലുകൾ അടങ്ങിയിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ പറയുന്നുള്ളൂ. നിന്റെ ഹൃദയം കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ അധരത്തിൽ വരുന്ന വാക്കുകളോ നിന്റെ ഭാവപ്രകടനങ്ങളോ നിന്റെ ബാഹ്യചേഷ്ടകളോ കാണുന്ന ദൈവങ്ങളുണ്ടാവാം, ദേവന്മാരോ പൈശാചുക്കളോ അരൂപികളോ ഒക്കെ ഉണ്ടാവാം. പക്ഷേ ഏകസത്യ ദൈവമായ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഹൃദയം കാണുന്ന ദൈവമാണ്. ഹൃദയം കാണുന്ന ദൈവം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ഈ കണ്ണൂര് ഈ കഴിഞ്ഞ മാസം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തി. ഇങ്ങനെയാണ്, എനിക്ക് പറയാൻ തന്നെ ഭയങ്കര മടിയായിരുന്നത്. എന്നിട്ട് ഞാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ വേണ്ടി ഞാൻ പറഞ്ഞു, എന്താണെന്നറിയാമോ? ജസി, നിന്നെ ഞാൻ വാഴിക്കത്തില്ലെന്ന് ഒരാൾ പറഞ്ഞൊരു വാക്കിൻ്റെ പേരിൽ ജീവിതം മുഴുവൻ നിരാശയിൽ ആണ്ടുകിടക്കുന്ന ജസിയെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നു. എനിക്ക് പറയാൻ ഭയങ്കര മടിയായിരുന്നു, കാരണം ഇത് ഐ എം നോട്ട് യൂസ് ടു ഇറ്റ്. ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല. പക്ഷേ അത് കണ്ണൂർ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് പറയാണ്, ഈ കൂട്ടായ്മയിലൊരു ജസി ഇരിപ്പുണ്ട്. ആ ജസിയോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ജസി, നിന്നെ ഞാൻ വെച്ച് വാഴിക്കത്തില്ലെന്ന് ഈ ഭൂമിയിൽ. അത് ജസി ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് കണ്ട ഒരു ദൈവം ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞങ്ങൾ നിലമ്പൂർ ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നത്തിൽ ആരോ എൻ്റെ അടുത്ത് വന്ന് പറയാണ്, തോമാച്ചൻ്റെ മക്കൾ രമ്യപ്പെട്ടെന്ന്. തോമാച്ചൻ്റെ മക്കൾ രമ്യപ്പെട്ടെന്ന്. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട്
എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടീമംഗങ്ങളോട് പറഞ്ഞു, നിങ്ങളിൽ ആരാണ് ഇന്നലെ പാതിരാത്രി വന്ന് എൻ്റെ അടുത്ത് തോമാച്ചൻ്റെ മക്കളെ രമ്യപ്പെട്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞങ്ങൾക്ക് തന്നെ ഉറങ്ങാൻ തന്നെ സമയമില്ല, അന്നേരമാണ് ഇനി അച്ഛൻ്റെ അടുത്ത് വന്ന് ഞങ്ങളിനി. അപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ, എന്നോട് ആരാടാ പറഞ്ഞേ തോമാച്ചൻ്റെ മക്കൾ രമ്യപ്പെട്ടെന്ന്? ഞാൻ ചോദിച്ചു, പോളിസം ബ്രദർ എന്നോട് പറഞ്ഞായിരുന്നു. ഇല്ല അച്ഛാ, ഞാൻ പറഞ്ഞില്ല. വേറെ എല്ലാവരോടും ഞാൻ ചോദിച്ചു, നിങ്ങൾ എൻ്റെ മുറി വന്നായിരുന്നു ഇന്നലെ, തോമാച്ചൻ്റെ മക്കൾ രമ്യപ്പെട്ടെന്ന് ആരാ എന്നോടൊന്ന് പറഞ്ഞു? അപ്പം പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അപ്പോഴെനിക്ക് മനസ്സിലായ സ്വപ്നമായിരുന്നു. ഞങ്ങൾ കുർബാന അർപ്പിക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ ഗേറ്റിൻ്റെ അവിടെ കാത്തു നിൽക്കുകയാണ്. കണ്ട ഉടനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ഇന്നലെ രാത്രി സഹോദരന്മാരെല്ലാം പോയി പരസ്പരം കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് ഞങ്ങൾ രമ്യപ്പെട്ടച്ചാ. ഞാൻ പറഞ്ഞു, നിങ്ങൾ തോമാച്ചൻ്റെ മക്കളാണോ? അയാൾ പറയണം, അതെ അച്ഛാ. അയ്യോ, ആര് പറഞ്ഞു? എൻ്റെ അപ്പൻ്റെ പേര് തോമാച്ചനാണെന്ന്. അത് കാണുന്നൊരു ദൈവമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹൃദയം, മനുഷ്യൻ ബാഹ്യഭാവത്തിൽ ശ്രദ്ധിക്കുന്നു, ദൈവമാകട്ടെ ഹൃദയഭാവത്തിൽ, ഹൃദയം കാണുന്ന ദൈവം. അതുകൊണ്ട് നിങ്ങൾ കർത്താവിൽ നിന്ന് ഈ ആശ്വാസം പ്രാപിക്കണം. ഈ ആശ്വാസം, അതായത് എൻ്റെ ഹൃദയത്തിലെ വേദന ആര് കാണുന്നുണ്ട്? അല്ലേ? സങ്കീർത്തനം പറയുന്നുണ്ട്, കർത്താവേ അങ്ങ് കാണുന്നുണ്ട്, അങ്ങ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പകലുള്ള എൻ്റെ അലച്ചിലും രാത്രിയിലുള്ള എൻ്റെ കണ്ണുനീരും അങ്ങ് കാണുന്നുണ്ട്. 56 സങ്കീർത്തനം പറയുന്നുണ്ട്, 56 സങ്കീർത്തനം 8 തിരുവചനം, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. വചനം പറയുകയാണ്, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്. അല്ലേ? അവിടുന്ന് വായിക്കാം, 56 സങ്കീർത്തനം 8 തിരുവചനം വായിച്ചേ. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഹല്ലേലൂയാ. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, നിങ്ങളുടെ ഇന്ന് മാത്രമല്ല ദൈവം കാണുന്നത്. എന്നെ കേൾക്കണേ, ലിസൺ. ദൈവം നിങ്ങളുടെ ഇന്ന് മാത്രമാണോ കാണുന്നത്? അല്ല. പിന്നെ ദൈവത്തിന് നിങ്ങളുടെ ഇന്നലകൾ കാണാം, ഇന്ന് കാണാം, നാളെ കാണാം. നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് കുറച്ചു കാലം കൂടെ ജീവിക്കണമെന്നുണ്ട്, അറിഞ്ഞുകൂടെ എന്നാ മരിക്കുന്നതെന്ന്. എന്നാലും എനിക്ക് കുറച്ചൊരു 10-20 കൊല്ലം കൂടെങ്കിലും മിനിമം പോകണമെന്നുണ്ട് എനിക്ക്. ഇപ്പം 29 വയസ്സായി, ഇനി ഓക്കെ. അപ്പോൾ എനിക്കിനി ഒരു 10-20 കൊല്ലം കൂടെ ഒന്ന് ജീവിക്കണമെന്നുണ്ട്. എന്നാ മരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഇങ്ങോട്ട് നോക്കിയേ, എന്തായാലും മരിക്കുമല്ലോ. നിങ്ങൾ മരിക്കുമോ? ഇരിപ്പ് കണ്ടിട്ട് ഒരിക്കലും മരിക്കത്തില്ലെന്ന് തോന്നും. മരിക്കുമല്ലേ? അപ്പോൾ മരിക്കുമ്പോൾ മരിക്കുന്നത് വരെ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നടക്കും എന്നുള്ളത് ദൈവത്തിന് അറിയാവോ? ഹലോ, അറിയാവോ? ഇങ്ങനെ നിങ്ങൾ തീരുമാനിച്ചോ, നിങ്ങളുടെ നല്ലതെല്ലാം ഓൾറെഡി എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്ന ആളോട്, നിങ്ങളുടെ നല്ലതെല്ലാം ഓൾറെഡി, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വളരാത്തൊക്കെ നമ്മുടെയാണ്, അതൊന്നും ദൈവത്തിൻ്റെ അല്ല. നല്ലതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ബെസ്റ്റ്, നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറേണ്ട എല്ലാ ഉത്തമമായ കാര്യങ്ങളും ഓൾറെഡി തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. ഉണ്ടോ? എല്ലാം ദൈവം കാണുന്നുണ്ട്. ഇന്നലെ കാണുന്നുണ്ട്, ഇന്ന് കാണുന്നുണ്ട്, നാളെ കാണുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇന്നലെ, ഇന്ന്, നാളെ എല്ലാം ദൈവത്തിന് എല്ലാം നന്നായിട്ട് കാണാം. എല്ലാം ദൈവം കാണുന്നുണ്ട്. 2018 തോന്നുന്നു, ഒരു കൂട്ടം ആളുകൾ മൗണ്ട് കാർമലിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ഒരാൾ ഒരു പ്രത്യേക ദിശയിലേക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, മലങ്കര കത്തോലിക്ക സഭയിലെ ഒരു 10-12 പിതാക്കന്മാർ ഇങ്ങനെ നിരന്ന് നിന്ന് മൗണ്ട് കാർമലിനെ ആശീർവദിക്കുന്നതായിട്ട് കർത്താവ് ഒരു ദർശനം വെളിപ്പെടുത്തുന്നു. അപ്പം ഞാൻ ആ കൂട്ടത്തിലുണ്ട്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മുടെ ശുശ്രൂഷകൾ, മൗണ്ട് കാർമലിൻ്റെ ധ്യാന ശുശ്രൂഷകളൊക്കെ ആരംഭിക്കുന്ന കാലമാണത്. അപ്പോൾ ആ കാലത്തൊക്കെ ഞാൻ ചിന്തിക്കുകയാണ്, മലങ്കരയിലെ എല്ലാ പിതാക്കന്മാരും ഹൃദയം കൊണ്ട് ഈ ശുശ്രൂഷകളെ സ്നേഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു എന്ന് കർത്താവ് നമുക്കൊരു ആശ്വാസം ആവട്ടെ എന്ന് വിചാരിച്ച് ഒരു വെളിപ്പെടുത്തൽ തന്നാന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ അങ്ങനെ ചിന്തിച്ചു. അതായത് ഒരു ദിശയിലേക്ക് ഇങ്ങനെ കഴിഞ്ഞുകൂട്ടിയിട്ട് പറഞ്ഞു, ദേ അവിടുന്ന് ആ സ്റ്റെപ്പ് ഇറങ്ങി കുറേ പിതാക്കന്മാർ ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. മലങ്കരയിലെ പിതാക്കന്മാരാണ്. അവരെല്ലാവരും കൂടെ നിന്ന് മൗണ്ട് കാർമലിനെ ആശീർവദിക്കുന്നതായിട്ട് ദർശനം കാണുന്നത്. 2018 എൻ്റെ ഓർമ്മ. 2022 അവിടെ ഒരു പുതിയ ബിൽഡിങ് പണി കഴിപ്പിച്ചു. അപ്പോൾ താമസിക്കാനുള്ള കുറച്ച് മുറികളെല്ലാം പണി കഴിപ്പിച്ച് കഴിഞ്ഞപ്പോൾ
സാധാരണയായിട്ട് അവിടുത്തെ എന്ത് കാര്യത്തിനും അത് വെഞ്ചരിക്കാൻ വരുന്നത് നമ്മുടെ കാതോലിക്ക ബാബ തിരുമേനിയാണ്. അപ്പോൾ ക്ലീമിസ് പിതാവിനോട് പറഞ്ഞു, പിതാവേ ഇത് പണിയെല്ലാം തീർന്നു, ഒരു ഡേറ്റ് തരണം ഇത് വെഞ്ചരിക്കാൻ വേണ്ടി. അങ്ങനെ പിതാവ് ഒരു ഡേറ്റ് തന്നു. അങ്ങനെ അതനുസരിച്ച് നമ്മൾ ആശീർവാദത്തിൻ്റെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 2 ദിവസം മുമ്പ് പെട്ടെന്ന് പിതാവ് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ തന്നെയല്ല വരുന്നത്, ഇപ്പം മലങ്കരയുടെ സിനഡ് നടക്കുകയാണ്, നമ്മുടെ സഭയുടെ സിനഡ് നടക്കുകയാണ് തിരുവനന്തപുരത്ത്. സിനഡ് തീരുന്ന ദിവസമാണ് ഇതിൻ്റെ വെഞ്ചരിപ്പ്. അപ്പം അച്ഛൻ്റെ കാര്യം ചെയ്ത് ഉച്ചയ്ക്ക് പിതാക്കന്മാർക്കെല്ലാം ഉച്ചഭക്ഷണം ക്രമീകരിച്ചു. ഞങ്ങളൊരു 12 മണിയാകുമ്പോഴത്തേന് എത്തും. ഒരു 12 പിതാക്കന്മാരുണ്ടാവും. നിങ്ങൾ കേട്ടോണേ, ഈ 12 പിതാക്കന്മാരും കൂടെ അവിടെ വന്നു. 2022 2018 ഈ ദർശനം. 2022 12 പിതാക്കന്മാരോട് വന്ന് നിന്നിട്ട് എക്സാക്ട്ലി അന്ന് ആ പ്രാർത്ഥിച്ച സമയത്ത് ആ സഹോദരൻ അങ്ങോട്ട് കൈ ചൂണ്ടി കാണിച്ച ആ സ്ഥലത്ത് ഈ 12 പിതാക്കന്മാർ നിരന്ന് നിന്ന് മൗണ്ട് കാർമലിനെ നോക്കി ശ്ലീബ കൊണ്ട് ആശീർവാദം തന്നു. നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? എന്നാ ഒന്ന് കൈയടിക്ക്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ദൈവത്തിന് വരാൻ പോകുന്ന കാര്യങ്ങൾ ദൈവത്തിന് കാണാം. പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതായത് എന്താ സംഭവിക്കാൻ പോണേന്ന് ദൈവത്തിന് കാണാം. എനിക്ക് ഈ അടുപ്പമുള്ള ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞിനെ, അപ്പം ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൂട്ടായ്മയിലെ ഒരാൾ പറഞ്ഞു, അച്ഛാ ഈ കുഞ്ഞിനെ കർത്താവിൻ്റെ ആത്മാവ് കാണിക്കുന്നുണ്ട്, ആ കുഞ്ഞ് ഒരു വലിയ ഉദ്യോഗസ്ഥയായിട്ട് മാറും. ഈ കുട്ടിക്ക് കഷ്ടിച്ചൊരു ഹാർഡ്ലി 8 വയസ്സ് പ്രായമേ ഉള്ളൂ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഈ കുട്ടിയുടെ ഭാവി ഓൾറെഡി ഇപ്പോഴേ ദൈവത്തിൻ്റെ മനസ്സിൽ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഹൃദയം കാണുന്ന ഒരു ദൈവം ഒത്തിരി ഡയമെൻഷൻ, ലേയേഴ്സ് ഉള്ള, ഒത്തിരി അടരുകളുള്ള ഒരു ചിന്തയാണത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എല്ലാം കാണാം. നാളെ എന്ത് സംഭവിക്കും, ഇപ്പം നാളെ എന്താ, നാളെ എങ്ങനെ ഈ കടം വീട്ടും, നാളെ എങ്ങനെ ഈ അസുഖമായിട്ട് ഞാൻ മുന്നോട്ട് പോകും, നാളെ എങ്ങനെ ഈ കടമ്പ കടക്കും, ഇതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, ഇത് ദൈവത്തിന് അറിയാന്ന്, ദൈവത്തിന് അറിയാന്ന്. അതുകൊണ്ട് എന്താ നമുക്ക് കിട്ടുന്ന ഗുണം? നമുക്ക് കിട്ടുന്ന ഗുണം ദൈവത്തിന് അറിയാമല്ലോ ഇതെങ്ങനെ തീരാൻ പോണേന്ന്. അതുകൊണ്ട് സമാധാനമായിട്ടിരുന്നു. ഹൃദയം കാണുന്ന, ഇന്നലകൾ കാണുന്ന, ഇന്നുകൾ കാണുന്ന, നാളെകൾ കാണുന്ന ഒരു ദൈവത്തെയാണ് ക്രിസ്ത്യാനി ആരാധിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഭയപ്പെടരുത്, പേടിക്കരുത്, ഒരു മുഴം കയറിൽ തൂങ്ങിയാടാൻ നിൽക്കരുത്, ഒരു പൊതി വിഷത്തിൽ ജീവിതം അവസാനിപ്പിക്കരുത്, എല്ലാം തീർന്നെന്ന് വിചാരിക്കരുത്, ജീവിതത്തിൻ്റെ യവനികതാണെന്നും സൂര്യൻ അസ്തമിച്ചെന്നും വിധി എഴുതരുത്, എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞ് ഒരു പൂർണ്ണ ബിന്ദുവിൽ എല്ലാം അവസാനിപ്പിക്കരുത്. ഇനിയും ജീവിതത്തിന് നാളുകളുണ്ട്, നല്ല ദിനങ്ങളുണ്ട്, എല്ലാം ദൈവം കണ്ടിട്ടുണ്ട്. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത്. ഹല്ലേലൂയാ. ഹൃദയം ബാഹ്യരൂപം കാണുന്നവനല്ല ദൈവം, ഹൃദയം കാണുന്നവനാണ്, ഇന്നലകൾ കാണുന്നവനാണ്, ഇന്ന് കാണുന്നവൻ, നാളുകൾ കാണുന്നവനാണ് ദൈവം. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരായിട്ട് ജീവിക്കണം. അതാണ് ദാവീദിന് ആ ഉറപ്പുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ ഇയാളെ ഈ അഭിഷേകം ചെയ്യാൻ സാമൂഹ്യയിൽ വന്നെത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് അപ്പൻ ഈ മൂത്തവനെ കൊണ്ടുപോയി നിർത്തിയത്. അപ്പോൾ ദൈവം പറഞ്ഞു ഇവനല്ല. അപ്പം അഭിനാദാവ് 2ാമത്തെ മകൻ, അവനെ കൊണ്ടുപോയി നിർത്തി. അവനല്ല. 3ാമത്തവനെ കൊണ്ടുപോയി നിർത്തി. ദൈവം പറഞ്ഞു ഇവനല്ല. അങ്ങനെ 7 പേരെയും കൊണ്ടുവന്ന് നിർത്തി. സാമുവേൽ പറഞ്ഞു ഇവരൊന്നും അല്ല, നിനക്ക് വേറെ വല്ല മക്കളും ഉണ്ടോ? ഓ ഉണ്ട്, വെറുതെ വിളിച്ച് സമയം കളയണോ? അതെന്താ? ഒരുത്തനുണ്ട്, ഗുണമില്ലാത്തവനാ. കുടുംബത്തിൽ ഗുണപ്പെട്ടവരുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ലാത്തവനാണ്. എവിടെ ആളിപ്പം? ഈ വല്ല കാട്ടിലും കാണുമെന്ന് പറഞ്ഞു. എന്നാ ചെയ്യുക? ആടിൻ്റെ പുറകെ നടക്കുക. എന്തോ പ്രായമുണ്ട്, ചെറുപ്പമാ. എന്നാ അവനെ വിളിക്കുക. അയ്യോ അവനെ വിളിക്കണ്ട. മാന്യമായ ഒരു ചടങ്ങ് നടക്കുമ്പോഴൊന്നും ഞങ്ങൾ അവനെ വിളിക്കാറില്ല. അങ്ങനെ അവനെ വിളിക്കണ്ട. കാരണം
കല്യാണാലോചനയൊക്കെ വരുമ്പോൾ ചേട്ടന്മാർക്ക് കല്യാണാലോചന ഇവനെ ഞങ്ങൾ അവിടെ നിർത്തത്തില്ല. കാരണം എന്താ? അവനെ കണ്ടാൽ ഉള്ള കല്യാണം കൂടെ മുടങ്ങും. അങ്ങനത്തവനാണ് എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ആണെന്നല്ല ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എഴുതി തള്ളിയവനാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ദൈവരാജ്യത്തിന് ഗുണപ്പെടുന്നവരായി ദൈവം കണ്ട പല ആളുകളും ഇങ്ങനെ കുടുംബങ്ങൾ എഴുതി തള്ളിയവരായിരുന്നു. വീടിന് വേണ്ടാത്തവനായിരിക്കും, പക്ഷെ ദൈവത്തിന് വേണമായിരിക്കും. വീടിന് കൊള്ളാത്തവനായിരിക്കും, പക്ഷെ ദൈവം കൊള്ളാവുന്നവനെന്ന് കാണുന്നവനായിരിക്കും. അതുകൊണ്ട് പലരും ഉണ്ട്. ഏലീഷയെ കുറിച്ച് വായിക്കുന്നത് 12 ഏർ കാളയെ ഉഴുതുകൊണ്ടിരുന്നെടുത്ത് 12ാമത്തെ നിരയിൽ നിന്നവൻ. ഏറ്റവും ഒടുവിലത്തെ നിരയിൽ ഈ ഉഴുന്ന സമയത്ത് ലാസ്റ്റ് റോയിൽ നിർത്തുന്നത് പണിയറിയാത്തവനെയാണ്. പണിയറിയാവുന്നവരെല്ലാം ഫ്രണ്ടിൽ നിന്ന് ജോലി ചെയ്യും. ഏറ്റവും അവസാനം ഇതൊക്കെ പിടിക്കാനും പിന്നെ അങ്ങനെയൊക്കെ പുറകെ നിന്നോ എന്ന് പറയത്തില്ലേ, പുറകെ നിന്നോ. പക്ഷേ ഏലിയായുടെ അഭിഷേകത്തിൻ്റെ മേലങ്കി വീഴുന്നത് ഈ ലാസ്റ്റ് റോയിൽ നിന്നവൻ്റെ മേലാണ്. അതുകൊണ്ട് വീടെഴുതി തള്ളി, നാട് എഴുതി തള്ളി, ഇടവക എഴുതി തള്ളി, സ്കൂൾ എഴുതി തള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് നിരാശപ്പെടാൻ നിൽക്കരുത്. ആർക്കും വേണ്ടാത്തവനെയും ഒന്നിനും കൊള്ളാത്തവനെയും കൊള്ളാവുന്നവരാക്കി മാറ്റുന്ന ഒരു ദൈവം ഈ പന്തലിൽ നിന്റെ അടുത്ത്, നിന്നെ കണ്ട്, നിന്നെ കേട്ട്, നിന്റെ അടുത്ത് നിൽപ്പുണ്ടെന്ന് ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിച്ചു കൊള്ളുക. ഹല്ലേലൂയാ. അതുകൊണ്ട് അവനെ വിളിക്കാൻ പറഞ്ഞു. അവൻ വന്നു. ഓടക്കുഴലൊക്കെ ഇങ്ങനെ ഊതി, പാട്ടൊക്കെ പാടി, ഡ്രമ്മൊക്കെ കൊട്ടി, വയലിനൊക്കെ വായിച്ച്, ആള് ഭയങ്കര ജോളിയായ ഒരാളാണ്. അവനിങ്ങനെ വന്നു. എന്താപ്പാ വിളിച്ചത്? അപ്പോൾ പറഞ്ഞു, അത് വികാരിച്ചൻ വന്നിട്ടുണ്ട്, ജില്ലാ വികാരി വന്നിട്ടുണ്ട്, ഒരു അത്യാവശ്യ കാര്യത്തിനാണ്, എന്തോ സഭയുടെ എന്തോ ഒരു പരിപാടിക്ക് നിന്നെ. അതിനും എന്താ? അങ്ങോട്ട് ചെന്ന് നിന്നു. കർത്താവ് പറഞ്ഞു, ഇവനാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നവൻ. അങ്ങനെ എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് ഘടകവിരുദ്ധമായി ഈ മനുഷ്യനെ കർത്താവ് അഭിഷേകം ചെയ്തു. അങ്ങനെ അഭിഷേകം ചെയ്ത് അയാൾ അന്ന് മുതൽ, ശ്രദ്ധിക്കുക, അന്ന് മുതൽ ഇസ്രായേൽ ദൈവത്തിൻ്റെ കണ്ണിൽ, സാവൂളല്ല ഇസ്രായേലിൻ്റെ രാജാവ്, ദാവീദാണ് ഇസ്രായേലിൻ്റെ രാജാവ്. അന്ന് മുതൽ ആരാണ് രാജാവ്? ദാവീദാണ്. പക്ഷേ ഇനി അടുത്ത 15 കൊല്ലത്തേക്ക് സിംഹാസനത്തിൽ ഇരിക്കാൻ പോയിട്ട് ആ കൊട്ടാരത്തിൻ്റെ 7 അയലത്ത് പോകാൻ പോലും പല സന്ദർഭങ്ങളിലും ഇയാൾക്ക് പറ്റിയിട്ടില്ല. ഞാൻ പറയുന്നത്, വിശ്വസിച്ചു എന്ന് പറയുമ്പോഴേ ദൈവം പറഞ്ഞു നീയാണ് രാജാവെന്ന്. പക്ഷേ രാജസ്ഥാനത്തിരിക്കുന്നവൻ ഇവനെ കൊല്ലാൻ നടക്കുകയാണ്. കുന്തമെറിഞ്ഞു, കൊല്ലാൻ നോക്കി. 2ാമത്തെ പ്രാവശ്യം കുന്തമെറിഞ്ഞു, കൊല്ലാൻ നോക്കി. ഫിലിസ്തീനെ കൊണ്ട് 100 ഫിലിസ്തീനെ കൊന്നിട്ട് വന്നാൽ മകളെ കല്യാണം കഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് കൊല്ലിക്കാൻ നോക്കി. പിന്നീട് ജോനാഥനെ കൊണ്ട് ഒരു ചതിയിൽപ്പെടുത്തി കൊല്ലിക്കാൻ നോക്കി. പിന്നീട് അതിനുശേഷം ഇയാള് ഒരു വിരുന്നിനെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ച് കൊല്ലിക്കാൻ നോക്കി. ഇങ്ങനെ എപ്പോൾ കണ്ടാലും കൊല്ലാൻ വേണ്ടി സാവൂള് ദാവീദിനെ കൊല്ലാൻ വേണ്ടി നടക്കുമ്പോഴെല്ലാം അത്ഭുതകരമായിട്ട് അയാൾ രക്ഷപ്പെട്ടു. ഒടുവിൽ ആ നാട്ടിൽ നിന്ന് തന്നെ ഓടിപ്പോകേണ്ടി വന്നു. അങ്ങനെ പരദേശികളുടെ ഇടയിൽ ജീവിക്കേണ്ടി വന്നു, അലഞ്ഞു നടക്കേണ്ടി വന്നു, ഗുഹകളിൽ താമസിക്കേണ്ടി വന്നു. ഈ സന്ദർഭങ്ങളിലെല്ലാം കേൾക്കുക, അയാൾ ഇങ്ങനെ വിശ്വസിച്ചു, വാഗ്ദാനം ചെയ്തത് ദൈവമാകയാൽ വാഗ്ദാനം ചെയ്തത് ദൈവമാകയാൽ വാഗ്ദാനം നിറവേറുക തന്നെ ചെയ്യും എന്നയാൾ ഹൃദയത്തിൽ വിശ്വസിച്ചു. സമ്പൂർണമായി ദൈവത്തെ ആശ്രയിച്ചു. അയാൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ദൈവത്തിന് തെറ്റുപറ്റില്ലെന്നും ദൈവത്തിൻ്റെ വാക്ക് മാറില്ലെന്നും ദൈവം ഒരിക്കലും കൈവിട്ട് കളയില്ലെന്നും അയാൾ ഹൃദയത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്നു. എല്ലാം പ്രതികൂലങ്ങളായിരുന്നു. അയാളുടെ മുമ്പിൽ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അതാണ് എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം. ഇന്ന് പറയുന്ന ആദ്യത്തെ കാര്യം, ദൈവം തിരഞ്ഞെടുത്ത്, ഹൃദയം കണ്ട് തിരഞ്ഞെടുത്ത്, ഹൃദയത്തിലെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഭാവങ്ങൾ കണ്ട് തിരഞ്ഞെടുത്ത് അയാളിങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ഇനി പ്രതീക്ഷകൾക്ക് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് മുഴുവൻ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ഞാൻ
നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ഭാഗത്ത് നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വായിക്കേണ്ട വാക്യം 13-ാമത്തെ വാക്യം. 13-ാമത്തെ 1 സാമുവേൽ 16:13 വായിക്കാം. അപ്പോ 12 മുതൽ വായിച്ചേ. പവിഴ നിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു. കർത്താവ് കൽപ്പിച്ചു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ. സാമുവേൽ അവനെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. ഉറക്കെ വായിക്കുക. അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു. സാമുവേൽ റാമായിലേക്ക് പോയി. ഈ 2 വാക്യങ്ങൾ തമ്മിൽ ഒരു 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 കോൺട്രാസ്റ്റ്, ഒരു താരതമ്യം ബൈബിൾ നടത്തുന്നത് ഇവിടെ. ആ 2 വാക്യങ്ങൾ വായിക്കാം. 1-ാമത്തെ വാക്യം ഇപ്പോൾ വായിച്ച വാക്യം, അതായത് വാക്യം 13, അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു. അടുത്തത് വാക്യം 14, കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. കണ്ടോ, ഇത് 2 ചേർത്ത് വായിക്കണം. ദാവീദിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു, സാവൂളിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിട്ടുപോയി. എന്താണെന്നറിയാം, അതാണ് ഇന്ന് പറയുന്ന 2-ാമത്തെ കാര്യം. ഇതൊക്കെ ശ്രദ്ധിക്കണേ, കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷെ ഇതൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തെ പടുത്തുയർത്താൻ സഹായിക്കും. എന്തെന്നറിയാം, ഒരാളിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിട്ടുപോയി, ഒരാളിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിട്ടുപോയി, അടുത്ത ആളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഒരാളിലേക്ക് ആത്മാവ് ഒന്ന് നിറഞ്ഞു, അപ്പോൾ മറ്റേ ആളിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞാൽ എന്താ ഇത്? അതായത് അഭിഷേകത്തിന്, ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക്, ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് എപ്പോഴും ഒരു തുടർച്ചയുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, ഒരു തുടർച്ചയുണ്ട്. അത് ഒരാൾ അതിനെ ഗൗരവമായി എടുക്കാതിരിക്കുമ്പോൾ അയാൾ അറിയണമെന്നില്ല, അയാളിൽ നിന്ന് അത് പോയിട്ട് അത് വേറൊരാളിലേക്ക് വരും. അതായത് ദൈവത്തിൻ്റെ കാര്യങ്ങൾ, ദൈവിക കാര്യങ്ങൾ, ഇപ്പം ഞാനൊരു അച്ഛനാണ്, അല്ലെ ഒരു സിസ്റ്റർ, ഒരച്ഛൻ, അല്ലെ ഒരു അൽമായൻ, ദൈവത്തിൻ്റെ കാര്യങ്ങൾ, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരാൾ ഗൗരവമായിട്ടെടുത്ത് അത് ചെയ്യാതിരിക്കുമ്പോൾ അയാളിൽ നിന്ന് ആ ആത്മാവ് അയാൾ അറിയാതെ വിട്ടുപോകും. എന്നിട്ട് അടുത്ത ഒരാളെ ദൈവം റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്, ആ ആളിലേക്ക് അത് വരും. നമ്മുടെ അപകടം എന്താണെന്ന് അറിയാമോ? ഈ നമ്മളിൽ നിന്ന് ഇത് പോയെന്ന് നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല. ഇതൊക്കെ വേറെ ആളുകളിലേക്ക് പോയി കഴിഞ്ഞു, നമ്മൾ അറിയുന്നില്ല. ഇത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം, ആത്മാവ് പോയിട്ടും പിന്നെയും 10-20 കൊല്ലം സാവൂൾ സിംഹാസനത്തിൽ ഇരുന്നു. ദൈവത്തിൻ്റെ കണ്ണിൽ അയാൾ രാജാവല്ല. ഇത് ദൈവരാജ്യത്തിൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടമാണ്. ഓൾറെഡി സ്വർഗം നമ്മുടെ പേര് വെട്ടിക്കഴിഞ്ഞു. സ്വർഗം ഓൾറെഡി നമ്മളെ ആ കൃപയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു. നമ്മൾ അറിയുന്നില്ല, എന്നാലും നമ്മളതാണെന്ന് വിചാരിച്ചിരിക്കുക. അത്രയും ഗൗരവമായിട്ട് വേണം കർത്താവിൻ്റെ ശുശ്രൂഷകളെ എടുക്കാൻ. ദൈവം ഒരു കാര്യം ഫലമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ടെങ്കിൽ, ആ ഉത്തരവാദിത്വത്തെ അങ്ങനെയാണ് എടുക്കേണ്ടത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഇടവകയിലെ ഒരു കമ്മിറ്റി അംഗമാണെന്ന് വിചാരിക്കുക. പാരിഷ് കമ്മിറ്റിയിലെ അംഗമാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതിങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ എടുത്തു വെച്ചാന്ന്? നിങ്ങളങ്ങനെ അതായത് കർത്താവിൻ്റെ രാജ്യത്തിലെ ഒരു ശുശ്രൂഷയാണ് അതെങ്കിൽ ആ ശുശ്രൂഷ ചെയ്യാൻ ദൈവം വിളിക്കാതെ ഒരാളെ അവിടേക്ക് വെക്കില്ല. ഇതെന്തോ ആയിക്കോട്ടെ, ആ ആള് അത് ഗൗരവമായിട്ട് എടുക്കാതെ വരുമ്പോൾ കർത്താവ് അയാൾക്ക് കൊടുക്കാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും എടുത്ത് അത് വേറൊരാളിലേക്ക് അഭിഷേകം ദൈവം കൊടുക്കും. നമുക്കിത് അറിയില്ല. പല ആളുകൾക്കും ഓൾറെഡി ഇതെല്ലാം പോയി കഴിഞ്ഞു, അറിയുന്നില്ല, പക്ഷെ ഉണ്ടെന്ന് വിചാരിച്ചിങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി, ദാവീദിൻ്റെ മേൽ ആ അഭിഷേകം ഇറങ്ങി വന്നു. എനിക്ക് പറയാനുള്ള കാര്യം, ഈ അഭിഷേകത്തിനൊരു തുടർച്ചയുണ്ട്. നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുക, അല്ലെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും നോക്കിയിരുന്നോളൂ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, നിങ്ങൾ കർത്താവിന് വേണ്ടി എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ ആരും ആയിക്കോട്ടെ, അവിടെ വിദ്യാഭ്യാസം പ്രശ്നമല്ല, അവിടെ അറിവ് പ്രശ്നമല്ല, അവിടെ നിങ്ങളുടെ കുടുംബ പാരമ്പര്യം വിഷയമല്ല, അവിടെ നിങ്ങളുടെ പൈതൃകം വിഷയമല്ല, അവിടെ നിങ്ങളുടെ അനുഭവ സമ്പത്ത് വിഷയമല്ല, ബാങ്ക് ബാലൻസ് വിഷയമല്ല,
നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി എനിക്ക് മരിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവർ മാത്രം എന്നെ കേൾക്കുക. റെയ്നാർഡ് ബോങ്കെ എന്ന് പറയുന്ന വലിയൊരു സുവിശേഷകനുണ്ടായിരുന്നു. അദ്ദേഹം ആ കോവിഡ് കഴിഞ്ഞ സമയത്താണ് മരിക്കുന്നത്. അദ്ദേഹമാണ് ബില്ലി ഗ്രഹാം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളോട് സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ള ആള് ജർമ്മൻകാരനായ ബോങ്കെ എന്ന് പറയുന്ന സുവിശേഷകനാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ ബൈബിൾ പഠിച്ച് അദ്ദേഹത്തിൻ്റെ പഠനമെല്ലാം പൂർത്തിയാക്കിയിട്ട് ഇംഗ്ലണ്ടിലെ ഒരു തെരുവിലൂടെ നടക്കുമ്പോൾ ആ സ്ട്രീറ്റിൽ ഒരു പ്രശസ്തനായ സുവിശേഷകന്റെ പേരെഴുതി വെച്ചിരിക്കുന്നത്, ഒരു വീടിൻ്റെ വാതിൽക്കൽ പേരെഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം വളരെയധികം അഡ്മയർ ചെയ്തിരുന്ന, വളരെയധികം അദ്ദേഹം ആരാധിച്ചിരുന്ന പറഞ്ഞാൽ അദ്ദേഹം ഒത്തിരി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു സുവിശേഷകന്റെ പേരാണത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീടാണോ, എനിക്ക് ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ട് അദ്ദേഹം ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. കോളിംഗ് ബെല്ല് വിരലമർത്തി. ഒരു മെയ്ഡ് സെർവൻറ്റ് വന്ന് വാതിൽ തുറന്നപ്പോൾ പറഞ്ഞു, ഈ സുവിശേഷകന്റെ ഇന്ന ആളുടെ വീടാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ വന്ന വീട്ടിലെ വേലക്കാരി പറഞ്ഞു, കാണാൻ പറ്റില്ല, കാരണം അദ്ദേഹം വളരെ മരണാസന്ന നിലയിൽ കിടക്കുകയാണ്, ഒട്ടും വയ്യ, കഷ്ടിച്ച് എഴുന്നേറ്റ് നടക്കാനേ ഉള്ളൂ, അദ്ദേഹത്തിന് അങ്ങനെ ഒട്ടും ആരോഗ്യമില്ല, ഇങ്ങനെ വറച്ച് വടിയൊക്കെ പിടിച്ച് അങ്ങനെ ആയാസപ്പെട്ട് അത്യാവശ്യമാണെങ്കിൽ, അങ്ങനെ അല്ലാതെ ഇപ്പോൾ മുഴുവൻ സമയം കിടപ്പാണ്, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പ്ലീസ്, ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ്, ജസ്റ്റ് ഒരു നിമിഷം ഒന്ന് കണ്ടാൽ മതി, ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞില്ലേ അദ്ദേഹത്തിന് സുഖമില്ലാതെ കിടക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ സ്വരം കേട്ടു, ആരാണ് അവിടെ? അപ്പോൾ ഈ മെയ്ഡ് സെർവൻറ്റ് പറഞ്ഞു, ഇങ്ങനെ ബോങ്കെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണെന്ന് പറയുന്നു, കാണണമെന്ന് ആഗ്രഹം പറയുന്നു, ഞാൻ വയ്യാന്ന് പറഞ്ഞു, പോകാൻ കൂട്ടാക്കുന്നില്ല, അയാളോട് അവിടെ നിൽക്കാൻ പറയുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കോണിപ്പടികൾ വിറച്ച് പിടിച്ച് വളരെ സമയമെടുത്ത് ഇയാൾ അവിടുന്ന് ഇറങ്ങി വന്ന് ഈ മനുഷ്യൻ അവിടെ വെറും തറയിൽ മുട്ടുകുത്തി, ഈ വയ്യാത്ത ആള്. എന്നിട്ട് ഈ ബോങ്കയോട് പറഞ്ഞ് മുട്ടുകുത്താൻ പറഞ്ഞു. ബോങ്കെ മുട്ടുകുത്തി. ഈ സുവിശേഷകൻ അയാളുടെ തലയിൽ കൈവച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ റെയ്നാർഡ് ബോങ്കെ പറഞ്ഞു, എനിക്ക് ആഫ്രിക്കയിൽ പോയി സുവിശേഷം പ്രസംഗിക്കണം, അതിന് എന്നെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിച്ചു. ബോങ്കെ അത് കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങി, വീട്ടിലെത്തി. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പൻ അദ്ദേഹത്തോട് പറയുകയാണ്, ഇംഗ്ലണ്ടിലെ ഈ സുവിശേഷകൻ ഇന്നലെ രാത്രി മരിച്ചുപോയി. ബോങ്കെ അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതുന്നൊരു വാചകമുണ്ട്. വാചകം ഇതാണ്. അദ്ദേഹം പറയുകയാണ്, സുവിശേഷത്തിൻ്റെ ആ തീപ്പന്തം, ആ ബാറ്റൺ, ആ പന്തം എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് അദ്ദേഹം തൻ്റെ നിത്യസമ്മാനത്തിനായിട്ട് പോയി. അതായത് ഇങ്ങനെ ഈ കൈമാറ്റമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, കൈമാറ്റമുണ്ട്. ഒരാളിൽ നിന്ന് അത് പോകുമ്പോൾ അത് വേറൊരാളിലേക്ക് വരും. ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുക. ഒരുപാട് തീക്ഷ്ണമതികളായ ദൈവവേലക്കാർ ഈ നാട്ടിൽ, നമ്മുടെ മലയാള നാട്ടിൽ, ഈ നാട്ടിൽ, ഈ കേരളത്തിൽ ഒരുപാട് തീക്ഷ്ണമതികളായ സുവിശേഷ വേലക്കാർ. ഞാൻ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ അപ്രയം പിതാവ്, ലോറൻസ് മാർ അപ്രയം എന്ന് പറഞ്ഞൊരു പിതാവ് ഉണ്ടായിരുന്നു, നമുക്ക് കേട്ടിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് ശുശ്രൂഷ ചെയ്യുന്ന കുഞ്ഞു മിഷനുകളിലെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അദ്ദേഹം പറയാണ്, ഈ ലോറൻസ് മാർ അപ്രയം, ലോറൻസ് അച്ഛൻ, ലോറൻസ് തോട്ടം, അദ്ദേഹം സ്കൂട്ടറിൽ പോയി എവിടെങ്കിലും ചെന്ന് പെട്രോൾ തീർന്ന് സ്കൂട്ടർ നിൽക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് പെട്രോൾ ഇവിടെ കിട്ടുമെന്നല്ല, ഇവിടെ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുമെന്നാണ്. നമ്മൾ ചോദിക്കുന്നത് പെട്രോൾ എവിടെ കിട്ടുമെന്നാണ്. അദ്ദേഹം ചോദിച്ചിരുന്നത് ഇവിടെ വല്ല ക്രിസ്ത്യാനികൾ വല്ലവരും ഉണ്ടോ ഇവിടെ കാണും എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇങ്ങനെയാണ് ഈ സഭ ഉണ്ടായത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നോ? ഇങ്ങനെയാണ് ഇതുണ്ടായത്. ഇപ്പം നമ്മൾ ഈ പറയുന്നതെല്ലാം ഉണ്ടായത് ഇങ്ങനെയാണ്. അതായത് തീക്ഷ്ണമതികളായ ശുശ്രൂഷകർ. ഞാൻ പഞ്ചാബിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു അച്ഛനെ കുറിച്ച് എന്നോട് അവിടുത്തുകാർ പറഞ്ഞു, അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, അദ്ദേഹം ഈ പഞ്ചാബികൾ ഒത്തിരി സഹായ സന്നദ്ധത ഉള്ള ആളുകളാണ്, സഹായിക്കാൻ മനസ്സുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർ എന്തെങ്കിലും ആപത്ത് വന്നാൽ പെട്ടെന്ന് സഹായിക്കും. അദ്ദേഹത്തിന് ഇവരോട് സുവിശേഷം പ്രസംഗിക്കണം, അതിനൊരു വേദി ഇല്ലാത്തത് കൊണ്ട് ഇദ്ദേഹം സൈക്കിളും ചവിട്ടി ഇങ്ങനെ പോയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഇദ്ദേഹം തന്നെ സൈക്കിളിൻ്റെ ടയറിലെ കാറ്റ് കുത്തിവിടും.
എന്നിട്ട് അടുത്ത ജംഗ്ഷനിൽ ചെന്ന് പറയും ടയറിൻ്റെ കാറ്റ് പോയി, ടയർ പഞ്ചറായി, ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കും. കുറച്ച് പഞ്ചാബികൾ വരും, അവർ ഇത് സഹായിക്കും. അപ്പോൾ അവർ പറയും ചായ കുടിച്ചിട്ട് വാന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തി തിന്നിട്ട് വാന്ന് പറയും. അവരങ്ങനെയാണ്, അവർ സ്നേഹമുള്ളവരാണ്, നമ്മുടെ വീട്ടല്ല. അപ്പോൾ അങ്ങനെ അവർ വിളിച്ച് അപ്പോൾ അദ്ദേഹം തിന്നറിയും, അദ്ദേഹം അവിടെ അവരോട് സുവിശേഷം പ്രസംഗിക്കുക. അങ്ങനെ പഞ്ചാബിൽ 10,000 ആളുകളെ കർത്താവിന് വേണ്ടി നേടിയ ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ. ഇങ്ങനെ തീക്ഷ്ണമതികളായ ശുശ്രൂഷകര്, മിഷണറിമാര്, ദൈവവേലക്കാര് മരിച്ചപ്പോ, കേട്ടോണം ഞാൻ പറയാൻ വന്ന കാര്യം അതാ, മരിച്ചപ്പോ അവരിൽ നിന്ന് അടുത്ത ആളിലേക്ക് പോകാതെ, അടുത്ത ആളിലേക്ക് പോകാത്ത എന്താ, അത് വാങ്ങാൻ പറ്റിയ ഒരുത്തൻ ഇല്ലാത്തോണ്ട് പോകാതെ ഒരുപാട് ദൈവരാജ്യ ശുശ്രൂഷയുടെ അഭിഷേകങ്ങൾ ഈ അന്തരീക്ഷത്തിൽ വെറുതെ കിടപ്പുണ്ട്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നീ ചോദിച്ചാൽ നിനക്കത് കിട്ടും. ഹല്ലേലൂയ. നീ ചോദിച്ചാൽ, കർത്താവേ എനിക്ക് കർത്താവിന് വേണ്ടി ഈ ലോകം മുഴുവൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം എന്ന് നീ ആഗ്രഹിച്ചാൽ, നീ ചോദിച്ചാൽ, അത് ചെയ്ത് മരിച്ചിട്ട് അത് ഏറ്റെടുക്കാൻ, ആ ബാറ്റൺ കൈമാറാൻ ആരുമില്ലാത്തതുകൊണ്ട് ഈ അന്തരീക്ഷത്തിൽ അതിങ്ങനെ വെറുതെ കളഞ്ഞിട്ട് പോയ ആത്മാക്കളുണ്ട്. അവരവശേഷിപ്പിച്ച അഭിഷേകത്തിന്റെ തീപ്പന്തം ഇവിടെ വെറുതെ കിടപ്പുണ്ട്. കാരണം നമ്മുടെ ഇൻട്രസ്റ്റ് എല്ലാം വേറെ ആയതുകൊണ്ട് ഇതെല്ലാം വെറുതെ കിടക്കുക. നമ്മുടെ തലയിൽ കിടക്കുന്ന മുഴുവൻ വേറെ 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 കാര്യങ്ങളായതുകൊണ്ട് ഇതൊന്നും വാങ്ങാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് കൃപയുടെ തീപ്പന്തങ്ങൾ, അഭിഷേകത്തിന്റെ ബാറ്റണുകൾ ഈ അന്തരീക്ഷത്തിൽ വെറുതെ കിടപ്പുണ്ട്. അൺയൂട്ടിലൈസ്ഡ്, അൺഎക്സ്പ്ലോയിറ്റഡ്, അൺഎക്സ്കവേറ്റഡ്, വെറുതെ കിടക്കാണ്. ഖനനം ചെയ്യാതെ, യൂട്ടിലൈസ് ചെയ്യാതെ, ഉപയോഗിക്കപ്പെടാതെ, ഉപയോഗശൂന്യമായി കിടക്കുന്ന കൃപയുടെ താലന്തുകൾ ഇങ്ങനെ തലയ്ക്ക് മേളിൽ കിടപ്പുണ്ട്. വേണമെങ്കിൽ വാങ്ങിച്ചെടുത്തു, ചോദിച്ചാൽ കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയ. ചോദിച്ചാൽ കിട്ടും. ദേ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കത്തോലിക്കൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റോർ, അവരുടെ ഒരു സ്റ്റോറുണ്ട്, ശുശ്രൂഷയാണ്, ചെറുപ്പക്കാരാണ്, എല്ലാം നല്ല നല്ല ജോലിയുള്ള പിള്ളേരായിരുന്നു. ജോലി കളഞ്ഞിട്ട് ദൈവവചനത്തിൻ്റെ പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ കിടപ്പുണ്ട് ഇഷ്ടം പോലെ സാധനം. ആഗ്രഹിക്കുന്നവനെല്ലാം കിട്ടും. എഴുന്നേറ്റേ, ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, മരിക്കുന്നതിന് മുമ്പ് ദൈവവേല ചെയ്യണം. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ഒരാത്മാവിനെയെങ്കിലും നേടണം. അങ്ങനെ നേടി കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. അല്ലാതെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ചാനലൊക്കെ മാറ്റി പത്രമൊക്കെ വായിച്ച് അങ്ങനെ ജീവിച്ച് തീരരുത്. മനസ്സിലായോ? മരിച്ചു കഴിയുമ്പോൾ പിശാച് പോലും തിരിഞ്ഞു നോക്കത്തില്ല. കാരണം പിശാചിന് പോലും വേണ്ട, അയ്യോ ഇതിനെയൊന്നും വേണ്ടാന്ന് പിശാച് പോലും പറയും. പിന്നല്ലേ ദൈവദൂതന്മാർ, പിശാച് പോലും തിരിഞ്ഞു പോകത്തില്ല. എന്നാൽ നീ കർത്താവിന് വേണ്ടി ജീവിച്ച ഒരാളാണെങ്കിൽ മരിച്ചു കിടക്കുമ്പോൾ മാലാഖമാർ ഇറങ്ങി വരും, അല്ലേ? ചെന്തി പോലൊരു മാലാഖമാർ വരും. എന്നിട്ട് നിത്യതയുടെ തീരങ്ങളിലേക്ക് സ്നേഹരഥങ്ങളിലേറ്റി കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോൾ 2 കൈയും വിരിച്ചിങ്ങനെ കർത്താവ് നിൽക്കും. വാന്ന് പറയും, കയറി വാടാ മക്കളെ എന്ന് പറഞ്ഞിട്ട് നിൽക്കും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, മരിക്കുന്നതിന് മുമ്പ് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇപ്പം തന്നെ ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്യുന്നുണ്ടച്ചാ, അതല്ല, ഉപകാരം ചെയ്യണം. കർത്താവിന് വേണ്ടി എന്തെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ചെയ്യണം. നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയണം, അല്ല ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം. നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളിൽ പങ്കാളികളായാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവം നോക്കി നടത്തിത്തരും. നിങ്ങളൊന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട വിഷയമേ ഇല്ല. ഒന്നിനെക്കുറിച്ചും. നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഈ പാട്ട് പാടുന്ന ചേട്ടനോട് ചോദിച്ചാൽ ഇവിടെ ഉണ്ട് പകല്, നിങ്ങൾ വന്ന് കണ്ടാൽ മതി. എന്തെന്നറിയാം, എൻ്റെ ബ്രദറെ എത്ര കൊല്ലമായി ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട്? പുള്ളി പറയും 10-35 കൊല്ലമായി പാടാൻ തുടങ്ങിയിട്ട് കർത്താവിന് വേണ്ടി. ബ്രദറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ബുദ്ധിമുട്ട് എന്ന് പുള്ളി പറഞ്ഞു. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല.
അല്ല ബ്രദറിനെ ആകുലപ്പെടുത്തുന്ന, അയ്യോ ആകുലത ഇല്ലെന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു വലിയ ആകുലത. ബ്രദറിന് എന്തിൻ്റെങ്കിലും കുറവുണ്ടോ? ഒരു കുറവില്ല. 2-3 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അത് ആരോഗ്യ പരിപാലനയുടെ ഭാഗമായിട്ട് കുറച്ചതാണ്. എല്ലാം ദൈവം മനോഹരമായി നോക്കി നടത്തിയിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ സ്വയം സമർപ്പിക്കണം. ദൈവം തന്ന അറിവ്, ദൈവം തന്ന കഴിവ്, ദൈവം തന്ന പണം, ദൈവം തന്ന ആരോഗ്യം, ഇതൊക്കെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കണം. സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഓരോ ദിവസവും സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ പറ്റും. കണ്ണടയ്ക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട്, കർത്താവേ, അതിശക്തമായൊരു അഭിഷേകം കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി. ദൈവമേ, പരിശുദ്ധാത്മാവ് ഈ അന്തരീക്ഷത്തിൽ അവശേഷിപ്പിച്ചിട്ടുള്ള അഭിഷേകങ്ങൾ കർത്താവേ, ആരും വാങ്ങിയെടുക്കാതെ ഈ കാലഘട്ടത്തിൽ ഈ അന്തരീക്ഷത്തിൽ വെറുതെ കിടക്കുന്ന അഭിഷേകങ്ങൾ കർത്താവേ, ഞാനിത് ആഗ്രഹിക്കുന്നു. എൻ്റെ മേൽ വർഷിക്കണമേ, എൻ്റെ മേൽ ചൊരിയണമേ, എനിക്ക് ആ കൃപ തരണമേ, എന്നെ കർത്താവ് ഏറ്റെടുക്കണമേ. കർത്താവെ, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ എന്നെ സഹായിക്കണമേ. ദൈവമേ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ എളിയ അധ്വാനം കൊണ്ട് ദൈവമേ, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ പങ്കാളിയാവാൻ എന്നെ സഹായിക്കണമേ. കർത്താവേ, എൻ്റെ കഴിവുകൾ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ഉപയോഗിക്കാൻ എന്നെ സഹായിക്കണമേ. ദൈവമേ, എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, എൻ്റെ റിസോഴ്സുകൾ, ദൈവം എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവമേ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ എന്നെ സഹായിക്കണമേ. ദൈവമേ, എൻ്റെ നാവിനെ, എൻ്റെ ചിന്തകളെ, ദൈവമേ, എൻ്റെ കഴിവുകളെ, ദൈവം തന്ന കൃപകളെയെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി ഞാനിതാ സമർപ്പിക്കുന്നു. ഹൃദയം തുറന്ന് അതരം തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, ഈശോയേ, കരങ്ങളടിച്ച് അഗ്നി കത്തട്ടെ, വിശ്വാസദീപങ്ങൾ തെളിയട്ടെ. കത്തട്ടെ, അഗ്നി കത്തട്ടെ, വിശ്വാസദീപങ്ങൾ തെളിയട്ടെ. സുവിശേഷം ലോകം മുഴുവൻ വ്യാപിച്ചിടട്ടെ. അഭിഷേകം കുടുംബങ്ങളിൽ കത്തിജ്വലിക്കട്ടെ. സുവിശേഷം ലോകം മുഴുവൻ വ്യാപിച്ചിടട്ടെ. അഭിഷേകം കുടുംബങ്ങളിൽ കത്തിജ്വലിക്കട്ടെ. ദമ്പതിമാർ ഉണരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. ദമ്പതിമാർ ഉണരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. പരിശുദ്ധാത്മാവീ ദേശത്തെ കാത്തുഭരിക്കട്ടെ. പരിശുദ്ധാത്മാവീ ദേശത്തെ കാത്തുഭരിക്കട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ച് കത്തട്ടെ, അഗ്നി കത്തട്ടെ, വിശ്വാസദീപങ്ങൾ തെളിയട്ടെ. കത്തട്ടെ, അഗ്നി കത്തട്ടെ, വിശ്വാസദീപങ്ങൾ തെളിയട്ടെ. ഈശോയേ, ഹൃദയം നൊന്ത് വിളിക്കുന്ന ഈശോയേ, 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 ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് കൃപയുടെ നിറവിൽ ജീവിക്കാൻ എൻ്റെ കുടുംബത്തെ ഇന്നു നീ നയിക്കണമേ. കൃപയുടെ നിറവിൽ ജീവിക്കാൻ എൻ്റെ കുടുംബത്തെ ഇന്നു നീ നയിക്കണമേ. സാത്താന്റെ ശക്തി തകർത്തിടുവാൻ നിന്റെ കുരിശിന്റെ കാവൽ നല്ല
സാത്താന്റെ ശക്തി തകർത്തിടുവാൻ നിന്റെ കുരിശിന്റെ കാവൽ നൽകണമേ. കത്തട്ടെ അഗ്നി കത്തട്ടെ, വിശ്വാസദീപങ്ങൾ തെളിയട്ടെ. കത്തട്ടെ അഗ്നി കത്തട്ടെ, വിശ്വാസദീപങ്ങൾ തെളിയട്ടെ. സുവിശേഷം ലോകം മുഴുവൻ വ്യാപിച്ചിടട്ടെ. അഭിഷേകം കുടുംബങ്ങളിൽ കത്തിജ്വലിക്കട്ടെ. സുവിശേഷം ലോകം മുഴുവൻ വ്യാപിച്ചിടട്ടെ. അഭിഷേകം കുടുംബങ്ങളിൽ കത്തിജ്വലിക്കട്ടെ. ദമ്പതിമാർ ഉണരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. ദമ്പതിമാർ ഉണരട്ടെ, പ്രാർത്ഥന ഉയരട്ടെ. പരിശുദ്ധാത്മാവിദേശത്തെ കാത്തുഭരിക്കട്ടെ. പരിശുദ്ധാത്മാവിദേശത്തെ കാത്തുഭരിക്കട്ടെ. ഈശോയേ കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിക്കുക. ശക്തമായിട്ട് കരങ്ങളടിച്ച് ഹല്ലേലൂയ. ഇരിക്കാമോ? പെട്ടെന്ന് വായിക്കാം. 1 സാമുവേൽ അധ്യായം 16 വാക്യം 14. കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. സാവൂളിൻ്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു, ദൈവം അയച്ച ഒരു ദുരാത്മാവ് അങ്ങയെ പീഡിപ്പിക്കുന്നു. ആകയാൽ എന്താന്ന് എന്നോട് ഒരാൾ പറഞ്ഞു, ദാവീദിൻ്റെ പണ്ടത്തെ ജോലി കിന്നാരം പറച്ചിലായിരുന്നില്ലേ? കിന്നാരം പറച്ചിലല്ലേ ഇത്? കിന്നരം വായനയിൽ നിപുണനായ ഒരുവനെ അന്വേഷിക്കാൻ അങ്ങ് അടിയങ്ങൾക്ക് കൽപ്പന തരണം. ദുരാത്മാവ് അങ്ങയിൽ ആവസിക്കുമ്പോൾ അവൻ കിന്നരം വായിച്ച് അങ്ങേക്ക് ആശ്വാസം നൽകും. കിന്നര വായനയിൽ നിപുണനായ ഒരുവനെ തേടിപ്പിടിക്കാൻ സൗൾ ഭൃത്യന്മാരോട് കൽപ്പിച്ചു. ബേഥലേഹംകാരനായ ജസ്സയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഭൃത്യരിൽ ഒരുവൻ പറഞ്ഞു. അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമിയായ യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാണ്. കർത്താവ് അവനോട് കൂടെയുണ്ട്. സാവൂൾ ജസ്സയുടെ അടുത്ത് ദൂതന്മാരെ വിട്ട്, ആട്ടിടയനായ നിന്റെ മകൻ ദാവീദിനെ എൻ്റെ അടുക്കൽ അയക്കുക എന്നറിയിച്ചു. ജസ്സെ ഒരു കഴുതയുടെ പുറത്ത് കുറെ അപ്പം, ഒരു പാത്രം വീഞ്ഞ്, ഒരു ആട്ടിൻകുട്ടി എന്നിവ കയറ്റി തൻ്റെ മകൻ ദാവീദ് വശം സാവൂളിന് കൊടുത്തയച്ചു. ദാവീദ് സാവൂളിൻ്റെ അടുത്തെത്തി സേവനം ആരംഭിച്ചു. സാവൂളിന് അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്താണ് ജോലി? ഇടയ്ക്കിടയ്ക്ക് കിന്നാരം പറച്ചിലല്ല, ഇടയ്ക്കിടയ്ക്ക് അതായത് ഒരു ദുരാത്മാവ് സാവൂളിനെ വന്ന് പീഡിപ്പിക്കും. ഒരു ദുരാത്മാവ് വന്ന് പീഡിപ്പിക്കും. പരിശുദ്ധാത്മാവ് പോയി. ഇനിയിപ്പോൾ ഇഷ്ടം പോലെ പിശാചുകൾ തോന്നുന്ന സമയത്തല്ല, ഓരോ പിശാചു വന്ന് സാവൂളിനെ പീഡിപ്പിക്കുമ്പോൾ ദാവീദിന്റെ ജോലി കിന്നരം വായിച്ചാൽ പിശാചു പോവോ? പറ പോവോ? വയലിൻ വായിച്ചാൽ, ഓടക്കുഴൽ വായിച്ചാൽ, ഭയങ്കര പൈശാചിക ബാധയുള്ള ഒരാളെ പിടിച്ച് കെട്ടി ഇവിടെ കൊണ്ടിട്ടിട്ട് ഓടക്കുഴൽ വായിക്കുക, പിശാചു പോവോ? പറ പോവോ? പോയെന്നല്ലേ ഇവിടെ പറയുന്നേ. ഹല്ലേലൂയ. അതായത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരുത്തൻ എന്തു ചെയ്താലും അവിടെ അഭിഷേകം വ്യാപരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരുത്തൻ, അവൻ കീബോർഡ് വായിച്ചാൽ പിശാച് വിട്ടുപോകും. അവൻ വയലിൻ വായിച്ചാൽ പിശാച് വിട്ടുപോകും. അവൻ കൊയറിൽ നിന്ന് പാടിയാൽ പിശാച് വിട്ടുപോകും. ചില ആളുകൾ കൊയറിൽ നിന്ന് പാടിയാൽ ഇല്ലാത്ത പിശാച് കൂടെ പള്ളിക്കകത്ത് വന്ന് കയറും. മനസ്സിലായോ? അഭിഷേകമുള്ളവൻ, കൃപയുള്ളവൻ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ, ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞവൻ എന്ത് ചെയ്യാണ്? അവൻ എന്ത് ചെയ്താലും അഭിഷേകമാണ്. എന്ത് ചെയ്താലും അഭിഷേകം അല്ലേ? അതുകൊണ്ടല്ലേ പൗലോസിന്റെ പൗലോസിന്റെ തുവാല, നിങ്ങളത് ആലോചിച്ചേക്ക്. ഈ വല്ലൂരുടെയും തുവാല എടുക്കുവോ? തുവാലയുടെ ജോലി അതാണ്. മനസ്സിലായോ? ഉള്ള വൃത്തിയോടല്ലോ
നമ്മളൊക്കെ നമ്മുടെ തുവാല ഇവിടെ വെച്ചാൽ ആളുകൾ എടുത്ത് തോട്ടിക്കൊണ്ട് കളയും. പൗലോസിന്റെ തുവാല ആളുകൾ വലിച്ചു കയറിക്കൊണ്ട് പോവാണ്. കാരണം എന്താണ്? അവന്റെ തുവാലയിൽ സ്പർശിക്കുന്നവർ പോലും, പത്രോസിന്റെ നിഴല് വീഴുന്നവർ പോലും സൗഖ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. അതായത് പത്രോസിന്റെ നിഴല് പതിച്ചാൽ പോലും സൗഖ്യം. അതാണ് അഭിഷേകം. മനസ്സിലായോ? കൈവെക്കണമെന്നൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ തുവാല, മുട്ടുസൂചി, പേപ്പർ, എല്ലാത്തിനകത്തും അഭിഷേകം. അങ്ങനെ ദാവീദ് കിന്നരം വായിച്ചപ്പോൾ സാവൂളിൻ്റെ പിശാച് വിട്ടുപോയി. അപ്പോൾ സാവൂളിനെ അവന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവൻ്റെ ആയുധവാഹകനായി ദാവീദ് മാറി. ഇനി അധ്യായം 17. ഫിലിസ്തീൻ യുദ്ധത്തിന് സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി. ഞാൻ പെട്ടെന്ന് പറയാം, എന്നെ നിങ്ങൾ കേട്ടെ, വായിച്ചാൽ തീരത്തില്ല. ഫിലിസ്തീൻ യുദ്ധത്തിന് വരികയാണ്. ഫിലിസ്തീൻ യുദ്ധത്തിന് വരുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ ഫിലിസ്തീര് ദൈവമക്കൾ കാനാൻ ദേശത്തെത്തുമ്പോൾ ഈ ഫിലിസ്തീര് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നാണോ? എന്ത് തോന്നുന്നു? നിങ്ങളുടെ ബൈബിൾ വിജ്ഞാനം എന്നോട് പറ. ഈ ഫിലിസ്തീര് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നാണോ? അല്ല. ഞാനൊരു വചനം വായിക്കാം. ആമോസ് 9:7. ആമോസ് 9:7. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എനിക്ക് എത്യോപ്യക്കാരെ പോലെ അല്ലേ. കേട്ടാ മതി. നീ ആമോസ് തപ്പി സമയം കളയണ്ട. ആമോസ് 9:7. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എനിക്ക് എത്യോപ്യക്കാരെ പോലെ അല്ലയോ. ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്നും, ഫിലിസ്തീയരെ കഫ്തോറിൽ നിന്നും, സിറിയക്കാരെ കീറിൽ നിന്നും കൊണ്ടുവന്നത് ഞാനല്ലയോ. എന്താ പറയുക? അതിൻ്റെ ചരിത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കാനാൻ ദേശത്തേക്ക് എത്തുന്ന അതേ സമയത്ത് കഫ്തോർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ദൈവം ഫിലിസ്തീനെയും കൊണ്ടുവന്ന് കാനാൻ ദേശത്തിൻ്റെ അതിരുകളിലെല്ലാം കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഭയങ്കര രസകരമായ ഒരു പരിപാടിയാണ്. ഇസ്രായേൽക്കാർക്ക് എന്നേക്കും തലവേദന ഉണ്ടാക്കാനായി ഒരു ജനതയെ അവിടേക്ക് കൊണ്ടുവന്നത് ആരാണ്? ആ ദൈവമാണെന്നാണ് നമ്മൾ വായിക്കുന്ന ബൈബിൾ പറയുന്നത്. നിങ്ങൾ കേൾക്കണം ഇത്. ഇസ്രായേൽക്കാർ എപ്പോഴെല്ലാം വാലുള്ളവരായിട്ട് മാറിയോ, എപ്പോഴെല്ലാം വിളച്ചെടുക്കാൻ തുടങ്ങിയോ, എപ്പോഴെല്ലാം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കാൻ തുടങ്ങിയോ, ദൈവത്തെ മറക്കാൻ തുടങ്ങിയോ, അന്നേരം ഫിലിസ്തീൻ ചാടി വീണ് ആക്രമിക്കും. അതുകൊണ്ട് എപ്പോഴും ഓർത്തിരിക്കണം, ചില ആളുകളെ അയലോക്കത്ത് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് പിശാചല്ല, ദൈവം തമ്പുരാൻ തന്നെയാണ്. നീ നന്നാവാതെ അവരുടെ ഉപദ്രവം ഇല്ലാതാവില്ല. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ചില ഉപദ്രവങ്ങളെ കൊണ്ട് നിർത്തിയിരിക്കുന്ന പിശാചാണെന്നാണ് വിചാരിക്കും. പിശാചല്ല, ദൈവം തന്നെ കൊണ്ട് നിർത്തിയിരിക്കും. കാരണം എന്താ പറയുക? നമ്മളെ മര്യാദക്കാരാക്കുന്നതിന് വേണ്ടി. അപ്പോൾ പോട്ടെ, ഫിലിസ്തീയക്കാർ വന്ന് ആക്രമിച്ചു. അവരിങ്ങനെ ഒരു താഴ്വരയിൽ, ഇസ്രായേൽക്കാർ ഒരു മലയിൽ നിൽക്കുകയാണ്, ഫിലിസ്തീർ വേറൊരു മലയിൽ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയിൽ ഒരു മഹാമല്ലൻ, അവൻ്റെ പേരാണ് എന്തോന്ന്? ഗോലിയാത്ത് വന്ന് ഒരു അതികായൻ. പുതിയ ബൈബിളിൽ ഒരു വലിയ ഉദ്ദണ്ണൻ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഉദ്ദണ്ണൻ എന്താണ് അർത്ഥം? ഒരു ഉദ്ദണ്ണൻ, ഒരു വലിയ ഒരു മഹാമല്ലൻ. നമ്മൾ കേട്ടിട്ടില്ലാത്ത പല വാക്കുകളും ഉണ്ട് ബൈബിളിൽ, പുതിയ ബൈബിളിൽ. ഉദ്ദണ്ണൻ, വലിയൊരു അതികായൻ. പിള്ളേർക്കൊക്കെ പേരിടാൻ നല്ലതാണ്, ഉദ്ദണ്ണൻ. അപ്പൊ അയാൾ വന്നിട്ട് ഇസ്രായേൽക്കാരെ വെല്ലുവിളിക്കുകയാണ്. ചുണയുണ്ടെങ്കിൽ എന്നെ തോൽപ്പിക്കുക. പിന്നെ കണ്ടപ്പോഴേ ഇസ്രായേൽക്കാരെല്ലാം ഓടിക്കളഞ്ഞു. അപ്പോഴാണ് ദാവീദിനോട് ജസ്സെ അപ്പം പറയുന്നത്, മക്കളെ, ചേട്ടന്മാരെല്ലാം യുദ്ധമുന്നണിയിലാണ്. അവർക്ക് കുറച്ച് അപ്പവും കുറച്ച് ചിക്കനും കുറച്ച് കാച്ചിലും കുറച്ച് ചേനയൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് ക്ഷേമമൊക്കെ അന്വേഷിച്ചിട്ട് മക്കൾ പോരാൻ പറഞ്ഞു വിട്ടപ്പോൾ ദാവീദ് വീട്ടിൽ നിന്ന് ആടുകളെ വേറൊരാളെ ഏൽപ്പിച്ചിട്ട് അവിടുന്ന് യുദ്ധമുന്നണിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഈ മഹാമല്ലൻ സഭയെ ചീത്ത വിളിക്കുന്ന കാണുകയാണ്. വാട്സപ്പിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, യൂട്യൂബ് ചാനലിലൂടെ സ്ഥിരസഭയെ ചീത്ത വിളിക്കുന്ന ഗോലിയാത്തിനെ ആര് കാണുകയാണ്? ദാവീദ് കാണുകയാണ്. അപ്പൊ ദാവീദ് എന്ത് ചെയ്തു? ഇന്നത്തെ കാലത്ത് നമ്മളാകുന്ന ദാവീദാണെങ്കിൽ അടിയിൽ 4 കമന്റോട് ഇട്ട് അവനെ പ്രോത്സാഹിപ്പിച്ചേനെ. അപ്പോഴാണ്
ഇത് കേട്ടപ്പോ ദാവീദിന് സഹിക്കാൻ പറ്റിയില്ല. ദാവീദ് ചെവി പൊത്തി. ദാവീദ് ചോദിച്ചു, എടാ ഇവിടെ ആരുമില്ലേ, ആണുങ്ങളില്ലടാ, ഇവനെ അടിച്ചു താഴെയിടാൻ. അപ്പൊ ദാവീദ് തലങ്ങും വിലങ്ങും ഓടി നടക്കണം. എല്ലായിടത്തും പോയിട്ട് അവനെ ആരുമില്ലടാ, അവനെ തോപ്പിക്കാം. അവര് പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, അവനിങ്ങനെ കപ്പലുണ്ട് തിന്നുന്ന പോലെ നമ്മളെ പറക്കെ വയലിട്ട് കളയാതുകൊണ്ട് നീ ഇങ്ങനെ കിടന്ന് അലയ്ക്കുന്ന വെപ്രാളപ്പെടുന്ന അവൻ കാണണ്ട. നീ എവിടെയെങ്കിലും പോയി ആ സൈഡെല്ലാം കാണും പോയിരിക്കുക, ആ സ്പീക്കറിന്റെ പുറകിലാണ് പോയിരിക്കുന്നേ എന്ന് പറഞ്ഞ് ആളുകൾ വിട്ടു. ആരുമില്ലേടാ, ഇവനെ തോപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടക്കുമ്പോ ചേട്ടന്മാരിത് കണ്ടു. എന്താ, അനിയൻ വന്ന ആളാവുകയാണ്. ചേട്ടന്മാർക്ക് സഹിക്കുവോ? പറ, സഹിക്കത്തില്ല. അപ്പൊ ചേട്ടന്മാര് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങ വാ, ആടുകളെ നോക്കാൻ വയ്യാത്തതിന് നീ യുദ്ധം കാണാൻ വന്നല്ലേടാ, സത്യം പറയടാ, നീ യുദ്ധം കാണാൻ വന്നല്ലേടാ, എന്നിട്ട് നീ ഇവിടെ കിടന്ന് ആട് കളിക്കണോ നീ? അപ്പൊ ദാവീദ് പറഞ്ഞു, ചേട്ടന്മാരെ, പൊണ്ണത്തടി വെച്ചോണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഈ പൊണ്ണത്തടി വെച്ചിട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരുത്തൻ സമയം ചീത്ത വിളിക്കുന്നുണ്ടോ? അവരവനെ ഓടിച്ചു വിടാൻ നോക്കി. അവൻ പറഞ്ഞു, ഇവിടെ ഈ ഗോലിയാത്തിനെ തോപ്പിക്കാൻ ഒരുത്തനും ഇല്ലെങ്കിൽ ഞാൻ തോപ്പിക്കുന്നു. അപ്പൊ ഈ വാർത്ത ആരോ ചെന്ന് സാവൂളിനോട് പറഞ്ഞു. ഒരു ചെറുക്കൻ അതിലെല്ലാം ഓടി നടന്ന് ഗോലിയാത്തിനെ തോപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ട് നടപ്പെട്ടെന്ന് പറഞ്ഞു. അവനെ വിളിക്കാൻ പറഞ്ഞു. വന്നു കഴിഞ്ഞപ്പോൾ ആരാണ്? നമ്മുടെ കിന്നരം വായിക്കുന്ന പയ്യനാണ്, കീബോർഡിസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പൊ സാവൂള് പറഞ്ഞു, മക്കളെ, വിവരക്കേട് ഒരു തെറ്റല്ല, ഞാൻ പറഞ്ഞുതരാം എന്താണ്. അതായത് ഇതൊന്നും നിനക്ക് പറ്റിയ കാര്യമല്ല. പൊന്നുമക്കള് ഈ പോന്ന വഴിക്ക് അവിടുന്ന് മന്ത്രിയോട് ചോദിച്ചാൽ ഇത്തിരി കാശ് തരും, ഒത്തിരി കപ്പലിന് മിഠായിയൊക്കെ വാങ്ങിച്ചിട്ട് തിന്നുകൊണ്ട് പൊക്കോ, ഇത് നിനക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, സാറേ ഒരു പെർമിഷൻ തന്നാൽ മതി, ബാക്കിയായിട്ട് അവനെ ഞാൻ തോപ്പിച്ചിരിക്കും. അപ്പൊ ഇവന്റെ നിർബന്ധം കണ്ടിട്ട് സാവൂള് പറഞ്ഞു, എന്നാ പിന്നെ കൊച്ചനെ വിടാൻ പറഞ്ഞു. ഇവനെ എങ്ങനെയാണ് ഇങ്ങനെ തന്നെ ഈ മഹാമല്ലന്റെ അടുത്തേക്ക് വിടുന്നത്? അതുകൊണ്ട് സാവൂള് പറഞ്ഞു, എൻ്റെ പടച്ചട്ടയും എൻ്റെ ആയുധങ്ങളും എൻ്റെ പാൻറ്റും ഷർട്ടും എല്ലാം ഇവനെടുത്ത് കൊടുക്കും. ഇവൻ അതെല്ലാം ഇട്ടിട്ട് പോട്ടത്തോ. കാരണം ഇവൻ ഇടയ ചെറുക്കനല്ലേ, ഇവൻ്റെ കയ്യിൽ അതൊന്നുമില്ല. അവൻ്റെ ഇടയ ബാലൻ്റെ ഡ്രസ്സൊക്കെ ഉള്ള അവൻ്റെ കയ്യിൽ. അവൻ അവന് യുദ്ധത്തിന് പോകല്ലേ, എന്തായാലും ഇനി തിരിച്ചു വരത്തില്ല. ഡീസൻ്റായിട്ട് പോയിട്ട് മരിച്ചു കിടക്കുമ്പോൾ അന്തസ്സായിട്ട് കിടക്കണ്ടെന്ന് ഓർത്ത് സാവൂളിൻ്റെ സംഭവങ്ങളെല്ലാം എടുത്ത് ഇവർ കൊടുത്തു. 5ാം ക്ലാസ്സുകാരൻ 55കാരൻ്റെ പാൻറ് ഇട്ടാൽ അങ്ങനെ ഇരിക്കും. നിങ്ങൾ അതായത് ഈ വലിയവരുടെ ചെരുപ്പിട്ട് നടക്കുന്ന പിള്ളേരെ കണ്ടിട്ടില്ലേ? വലിയവരുടെ ചെരുപ്പിട്ട് നടക്കുന്ന അതാണ്. അങ്ങനെ ഈ സാവൂളിൻ്റെ നിങ്ങൾക്കറിയാം, സാവൂള് ഭയങ്കര പൊക്കക്കാരനായിരുന്നു. കേട്ടനുണ്ടോ അതുമല്ലോ? അതായത് സാവൂള് നിന്നാൽ ബാക്കി എല്ലാവരും ഇത്രേ ഉള്ളൂ. അവനാണ് അവിടെ ഓറഞ്ച് ജ്യൂസും കുടിച്ച് സീറ്റേലിരിക്കുകയാണ് മല്ലം വന്ന് വെല്ലു വിളിക്കുമ്പോൾ. അപ്പൊ ഈ കൊച്ചൻ, ഇവൻ പൊക്കമില്ലാത്തവൻ, കൊച്ചു പയ്യൻ, അവന് ഈ വലിയ ഡ്രസ്സെല്ലാം കൊടുത്ത് ഇവന്റെ പടച്ചട്ടയും ഇവന്റെ ആയുധങ്ങളും എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവൻ ഇതിനകത്തൊക്കെ കയറിയപ്പോൾ ദാവീദിനെ കാണാനില്ല, പടച്ചട്ട മാത്രം കാണാനുള്ളൂ. ദാവീദ് അതിനകത്തായി പോയി. അവനതുകൊണ്ട് അതിനകത്തൊന്ന് വെളിച്ചാടിയിട്ട് അവൻ പറഞ്ഞു, സാറേ എനിക്കിതൊന്നും വേണ്ട, ഞാൻ എൻ്റെ ഇതൊക്കെ മതി, എനിക്ക് ഞാൻ പോയിട്ട് വരാതെ. നേരം പോക്കായിട്ട് പറഞ്ഞെങ്കിലും ഒരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചോ. ഈ അഭിഷേകത്തിന് ഫോട്ടോ കോപ്പി ഇല്ല. വേറൊരുത്തനെ ദൈവം നയിക്കുന്ന വഴിയല്ല നിന്നെ ദൈവം നയിക്കുന്ന വഴി. അഭിഷേകത്തെ അനുകരിക്കരുത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ചില ആളുകൾ പ്രാർത്ഥിക്കട്ടെ, ദൈവമേ വട്ടായിലച്ചൻ അഭിഷേകം തരണേന്ന്. മണ്ടത്തരവാ, അത് വട്ടായിലച്ചൻ്റെ അഭിഷേകമാണത്. ദൈവമേ ഡൊമിനിക്കച്ചൻ അഭിഷേകം എനിക്ക് തരണേ, പൊട്ടത്തരാടാ, അത് കിട്ടത്തില്ല. അത് അങ്ങേർക്ക് കൊടുത്ത അഭിഷേകമാണ്. നിനക്ക് വേറെ. പെന്തക്കോസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോ 120 ശിഷ്യന്മാരുണ്ടായിരുന്നു അവിടെ. 120 ആളുകൾ. അഗ്നി ജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. ഒരാളുടെ മേളിൽ ഒരു തീ, വേറൊരാളുടെ മേളിൽ വേറൊരു തീ, വേറൊരാളുടെ മേളിൽ വേറൊരു തീ.
ഓരോ തീ, ഓരോരുത്തർക്കും ഓരോ തീ സെപ്പറേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അഭിഷേകത്തിന് പകർപ്പില്ല. ഓരോരുത്തർക്കും യുണീക്ക് അനോയിന്റിങ് ആണ് പരിശുദ്ധാത്മ ഓരോരുത്തർക്കും തരുന്നത്. അതുകൊണ്ട് സാവൂളിന്റെ പടച്ചട്ട ദാവീദിന് വേണ്ട. ദാവീദിനുള്ളത് അവന് പരിശുദ്ധാത്മാവ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ആരുടെയും പ്രാർത്ഥനാ രീതികളെയോ ആത്മീയ രീതികളെയോ അനുകരിക്കരുത്. ഓരോരുത്തരും പരിശുദ്ധാത്മാവ് കൊടുത്തിട്ടുള്ള വ്യക്തിപരമായ, ഉദാഹരണത്തിന് ഞാൻ പ്രാർത്ഥിക്കുന്നൊരു രീതിയുണ്ട്. ഞാൻ ധ്യാനകേന്ദ്രത്തിൽ വരുന്ന ഒരാളോട് ഒരിക്കൽ ചോദിച്ചു, നീ നല്ല പ്രാർത്ഥിക്കുന്ന ആളല്ലേ, നീ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ആ ആളെന്നോട് പറഞ്ഞത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അയാൾ പറഞ്ഞു, അച്ഛനോട് ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറയത്തില്ലേ, അതുപോലാണ് ഞാൻ ഈശോയോട്. ഞാൻ കർത്താവിൻ്റെ അടുത്ത് പോയിരുന്നിട്ട്, ഈശോയെ ഇന്ന് രാവിലെ ഞാൻ ചന്തയിൽ പോയി, ഞാൻ ഇന്ന് MPS സൂപ്പർ മാർക്കറ്റിൽ പോയി, അത് കഴിഞ്ഞ് ഞാൻ കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ടാണ് വന്നത്. ഞാൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ കർത്താവിനോട് പറയും. എനിക്കെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ കർത്താവെ, നമ്മൾ ആരോടെങ്കിലും പറയുന്ന, അതായത് ഞാനൊരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ കർത്താവ്, എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. അതായത് എന്ത് യുണീക്കായൊരു പ്രാർത്ഥനാ രീതിയാണത്. അത് അയാളുടെ. ഇനി ഞാൻ നാളെ വന്നിട്ട് ഞാൻ അങ്ങനെ അനുകരിക്കാൻ നോക്കിയാൽ എനിക്കത് ഭയങ്കര അരോചകമായിട്ട് മാറും. കാരണം എനിക്ക് എൻ്റെ പ്രാർത്ഥനാ രീതിയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് റഷ്യയിൽ എവിടെയോ ഒരു സ്ഥലത്താണ് ഒരു മെത്രാച്ചൻ കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. കപ്പൽ ഒരു ദ്വീപിൽ ചെന്ന് വിട്ടു. അപ്പോൾ ആ ദ്വീപിൽ അവരിറങ്ങി. ഒരു ദിവസം കഴിഞ്ഞിട്ട് യാത്ര തുടരുന്നുള്ളൂ. മെത്രാച്ചൻ വിചാരിച്ചു സമയം കളയണ്ട, സുവിശേഷ വേല ചെയ്ത് കളയാം. അദ്ദേഹം കടൽ തീരത്തേക്ക് ചെന്നു. മത്സ്യബന്ധന തൊഴിലാളികളായ 3 പേരിരുന്ന് വല നന്നാക്കിക്കൊണ്ടിരിക്കുന്ന അയാൾ കണ്ടു. മെത്രാച്ചൻ പറഞ്ഞു, മക്കളെ, ഞാൻ നിങ്ങളോട് യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ പറഞ്ഞു, പിതാവേ, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. അയ്യോ, നിങ്ങൾ ക്രിസ്ത്യാനികളാണോ? നിങ്ങളെ ആരാണ് ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിച്ചത്? അതൊന്നും അറിഞ്ഞൂടാ, ഞങ്ങൾ പണ്ടേ ക്രിസ്ത്യാനികളാണ്. അങ്ങനെയാണെങ്കിൽ ഇരിക്കൂ, നമുക്ക് ലോർഡ്സ് പ്രയർ ചൊല്ലാന്ന് പറഞ്ഞു. സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലാന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, എന്ത് പ്രയർ? സ്വർഗസ്ഥനായ. അവർ പറഞ്ഞു, പിതാവേ, ആ പ്രാർത്ഥന ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പിതാവ് ദേഷ്യപ്പെട്ടു, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്നില്ല, എത്ര കാലമായിട്ട് ക്രിസ്ത്യാനികളാണ്, നിങ്ങൾക്ക് ഈ പ്രാർത്ഥന അറിഞ്ഞൂടെ? അവർ പറഞ്ഞു, അയ്യോ, ഞങ്ങൾക്ക് ഈ പ്രാർത്ഥന അറിഞ്ഞൂടാ. ആട്ടെ, ഈ പ്രാർത്ഥന അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അവർ പറഞ്ഞു, എല്ലാ ദിവസവും ഞങ്ങൾ 3 പേര് ഒരുമിച്ചിരുന്നാണ് ഈ ജോലി ചെയ്യുന്നത്, ഒരുമിച്ചാണ് മീൻ പിടിക്കാൻ പോകുന്നത്. ഞങ്ങൾ അതുകൊണ്ട് പ്രാർത്ഥിക്കും, ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, ഞങ്ങളും 3 പേര്, നിങ്ങളും 3 പേര്, ഞങ്ങളുടെ മേൽ കരുണയാവണമേ. We are 3, you are 3, have mercy on us. മെത്രാൻ ചൂടായി. പിതാവ് ദേഷ്യപ്പെട്ടു. തിയോളജിക്കലി തെറ്റാണിത്, ദൈവശാസ്ത്രപരമായിട്ട് ഈ പ്രാർത്ഥന തെറ്റാണ്. ആരാണ് നിങ്ങളിത് പഠിപ്പിച്ചത്? ആരും പഠിപ്പിച്ചല്ല. ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക്, കർത്താവേ, ഞങ്ങൾ 3 പേര്, നിങ്ങൾ 3 പേര്, ഞങ്ങളുടെ വേക്കാരുടെ അവിടെ. പിതാവ് പറഞ്ഞു, അതൊന്നും നടക്കത്തില്ല, കത്തോലിക്ക തിരുസഭയിൽ ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഇവിടെ വേറെ പ്രാർത്ഥനകളുണ്ട്. ഇത് ഇന്ന് വരെ ഏത് പുസ്തകത്തിൽ നിന്ന് പഠിച്ചത്? ആര് പഠിപ്പിച്ചത്? ഇത് ദൈവശാസ്ത്രപരമായിട്ട് തെറ്റാണ്, സഭാപിതാക്കന്മാരുടെ പ്രബോധനം അനുസരിച്ച് തെറ്റാണ്. ഇത് ശരിയല്ല. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പോലാണോ നിങ്ങൾ 3 പേര്? തെറ്റല്ലേ അത്? അയ്യോ, അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു പിതാവേ. എന്നാൽ പിന്നെ ഞങ്ങളെ ആ പ്രാർത്ഥന പഠിപ്പിക്കാൻ പറഞ്ഞു. ഏത് പ്രാർത്ഥന? നേരത്തെ പറഞ്ഞില്ലേ ഒരു പ്രാർത്ഥന, സ്വർഗസ്ഥന. അങ്ങനെ പിതാവ് ഉച്ച വരെ അവിടെ ഇരുന്ന് ഇവരെ സ്വർഗസ്ഥനായ പിതാവെ പഠിപ്പിച്ചു. വളരെ കൃതാർത്ഥനായി സംതൃപ്തിയോടെ ഈ പ്രാർത്ഥന പലതവണ ഇവരെ കൊണ്ട് ചൊല്ലിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി ഇത് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചോളാം പിതാവേ എന്ന് പറഞ്ഞു. അങ്ങനെ കപ്പലെ കയറ്റി പിതാവിനെ കൈവീശി അവർ യാത്രയാക്കി. കപ്പലൊരു 10-20 കിലോമീറ്റർ അങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ വലിയ ബഹളം വെള്ളത്തിൽ നിന്ന്. പിതാവേ, പിതാവേ, ബഹളം. പിതാവ് കപ്പലിന്റെ മുകൾ തട്ടി വന്ന് നോക്കുമ്പോൾ ഈ 3 മത്സ്യബന്ധന തൊഴിലാളികൾ വെള്ളത്തിന് മേളിൽ കൂടെ ഓടി വരികയാണ്. എങ്ങനെ? കപ്പലിലുണ്ടായിരുന്ന എല്ലാ ആളുകളും ഈ അത്ഭുത ദൃശ്യം കാണാൻ വേണ്ടി എല്ലാവരും കപ്പലിന്റെ മുകൾ തട്ടി വന്ന് നോക്കുകയാണ്. വെള്ളത്തിന്റെ മേളിൽ കൂടെ ഓടി വരികയാണ്. അവ പെട്ടെന്ന് കപ്പൽ നിർത്തി അവരെ കപ്പലിലോട്ട് പിടിച്ചു കയറ്റി പറഞ്ഞു,
എന്തെന്ത് കാര്യം? നിങ്ങളിങ്ങി വെള്ളത്തിന് മേളിൽ കിടങ്ങനെ നടക്കുന്നേ. അവർ പറഞ്ഞു അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾ അങ്ങനെയൊക്കെ നടക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനാ വന്നേ? പിതാവേ, ഞങ്ങൾ ആ പ്രാർത്ഥന ഉണ്ടല്ലോ പഠിപ്പിച്ചത്, ഞങ്ങൾ പഠിച്ചതായിരുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിന്നെ നിന്റെ തിരുനാമം പരിശുദ്ധ, നിന്റെ രാജ്യം, ബാക്കി മറന്നുപോയി പിതാവേ, അതൊന്ന് പഠിപ്പിച്ചു തരൂ പിതാവേ. പിതാവ് പറഞ്ഞു നിങ്ങൾ ഇനി അങ്ങനെ തിരിച്ചു പോന്നേ, ഞങ്ങൾ നടന്ന് വന്ന പോലെ തന്നെ പോകുന്നു പറഞ്ഞു. പിതാവ് പറഞ്ഞു നിങ്ങൾ ആ പ്രാർത്ഥന തന്നെ, കപ്പലിലായിട്ട് പോലും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് വെള്ളത്തിന് മീതെ നിങ്ങൾ ഇനി മേലാൽ ഈ പ്രാർത്ഥന ചൊല്ലരുത്, ആ പ്രാർത്ഥന മാത്രമേ ചൊല്ലാവൂ. കർത്താവേ, ഞങ്ങൾ 3 പേര്, നിങ്ങൾ 3 പേര്, ഞങ്ങളുടെ മേൽ കരുണയാവണേ. ഓരോരുത്തരും അവനവൻ്റെതായ പ്രാർത്ഥനാ രീതികളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞായറാഴ്ച പള്ളി വന്നിട്ട് എൻ്റെതായ ഒരു പ്രാർത്ഥന ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പറയരുത്, വിചാരിച്ച് നിങ്ങളെ പുറത്താക്കും. മറിച്ച് വ്യക്തിപരമായ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന. കൺവെൻഷൻ കഴിഞ്ഞ് അച്ഛാ വളരെ ഒരു പേഴ്സണലായ ഒരു പ്രകടനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഞായറാഴ്ച 8:30 പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ പ്രാർത്ഥന ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നേക്കുമായി സഭയിൽ നിന്ന് പുറത്താക്കപ്പെടും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ പോകരുത്. മറിച്ച് ഞാൻ പറയും നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന, നിങ്ങൾക്ക് മാത്രമായിട്ട്. ഇതൊക്കെ ദൈവം ഓരോരുത്തർക്കും അവരവരുടേതായ. എന്ത് രസമാണെന്നറിയാം, ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ചില ആളുകൾ പ്രാർത്ഥിക്കുന്നത് ഇപ്പോഴും എൻ്റെ തലക്കിടപ്പുണ്ട്. അയ്യോ എന്ത് രസമായിരുന്നു ആ പ്രാർത്ഥനകൾ. 10, 18, 19 കൊല്ലമായിട്ട് സുവിശേഷം പ്രസംഗിച്ചിട്ടും ഇന്നും എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ അറിഞ്ഞൂടാ. എന്ത് രസമായിരുന്നു ആ പ്രാർത്ഥനകളൊക്കെ. ചില ചേട്ടന്മാർ, ചില ചേച്ചിമാർ, ചില അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ എന്ത് രസമായിരുന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായ ചില പ്രാർത്ഥന അഭിഷേകങ്ങളുണ്ട്. അതുകൊണ്ട് സാവൂള് പറഞ്ഞു, പൊന്നു സാറേ, ഇങ്ങേരുടെ പാൻറ് ഉടുപ്പുമെല്ലാം ഇരിക്കട്ട്, താങ്ക്സ് ഉണ്ട്, നന്ദിയുണ്ട്, അതൊക്കെ തന്നതിന് ചേരത്തില്ല, ഇരിക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, നേരെ യുദ്ധക്കളത്തിലേക്ക് ചെന്നു. ഒരു വടിയെടുത്തു, 5 കല്ലും പറക്കെ എടുത്ത് നേരെ ചെല്ലുമ്പോൾ ഗോലിയാത്ത് പറയാണ്, ഞാനെന്താടാ പട്ടിയാണെന്ന് ചോദിച്ചു. നീ കല്ല് വടിയായിട്ട് എൻ്റെ അടുത്തേക്ക് വരാം, ഞാൻ എന്നാടാ പട്ടിയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, ബൈബിളിലുള്ളതാ. ഞാൻ പട്ടിയായിട്ടാണോടാ ഞാൻ കല്ല് വടിയായിട്ട് അടിക്കാൻ വരുന്നേ ചോദിച്ചു. ദാവീദ് പറഞ്ഞു, നീ അപമാനിച്ചത് ഇസ്രായേലിനെ അല്ല, ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ്. എടാ, സഭയെ ചീത്ത വിളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ദൈവരാജ്യത്തെ നിന്ദിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. സഭയ്ക്കൊരു ഡാമേജ് വരുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഗോലിയാത്തെ, നിന്നെ നേരിടാൻ ഞാൻ മതിയടാന്ന് പറഞ്ഞു. ഈ വടിയും 5 വേണ്ടടാന്ന് പറഞ്ഞു. 5 വേണ്ടടാ. ദാവീദിനെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനാക്കാൻ ദൈവം കണ്ട രണ്ടാമത്തെ ഗുണം, ദൈവത്തോടും ദൈവം തിരഞ്ഞെടുത്ത ജനത്തോടും ദൈവരാജ്യത്തോടും, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സഭയോടുമുള്ള അയാളുടെ സ്നേഹം. നിങ്ങൾ നിങ്ങളുടെ ഇടവകയെ സ്നേഹിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവരായി മാറും. നിങ്ങൾ പള്ളിയിൽ പോയി പ്രശ്നം ഉണ്ടാക്കാൻ പോകുമ്പോൾ, നിങ്ങൾ പള്ളിയിൽ അടിയ കൂടാൻ വേണ്ടി മാത്രം പോകുമ്പോൾ, നിങ്ങൾ പൊതുയോഗത്തിലെ സ്ഥിരം തലവേദനകളായി മാറുമ്പോൾ, നിങ്ങളെ ഇടവകയുടെ നാശത്തിന് കാരണമാകുമ്പോൾ, മനസമാധാനത്തോടെ പള്ളിയിൽ കുർബാനയും പ്രാർത്ഥനയും നടക്കുന്നതിന് നിങ്ങൾ തടസ്സം സൃഷ്ടിക്കുമ്പോൾ, നിങ്ങൾ ദൈവഹൃദയത്തിൽ നിന്ന് ഔട്ടാവും. സഭയെ സ്നേഹിക്കണം, പള്ളിയെ സ്നേഹിക്കണം, ഇടവകയെ സ്നേഹിക്കണം, ദൈവരാജ്യത്തെ സ്നേഹിക്കണം, സഭയെക്കുറിച്ച് ഭാരപ്പെടണം. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം ഇതിന് വലിയ വില തരും. ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. ഒരു കഥ ചൊല്ലട്ടെ, കഥ പറയട്ടെ. ആ കഥയല്ലിത് ജീവിതം പറയാൻ പോവാ. ഈ കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിലെ ഒരു സ്ഥലത്ത് ഒരു പാവപ്പെട്ട മലങ്കര കത്തോലിക്ക സഭയിലെ ഒരു ചെറിയ ഇടവക. ആ ഇടവകയിലെ കൈക്കാരനായിരുന്ന ഒരു പാവപ്പെട്ട ചേട്ടൻ, വലിയ സമ്പത്തൊന്നുമില്ല, ഒരു ഇടത്തരം കുടുംബത്തിലെ ഒരു ചേട്ടൻ. പള്ളി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവനായിരുന്നു. അങ്ങനെ പള്ളി പണി നടക്കുക. പള്ളിയിൽ വലിയ നിവൃത്തിയൊന്നുമില്ല, പള്ളിക്കാർക്ക് നിവൃത്തിയില്ല. അപ്പോൾ ആളുകൾ കൊടുക്കാവുന്നതൊക്കെ കൊടുത്ത് അങ്ങോട്ട്
ഈ അങ്ങോട്ടെല്ലാം കൂടെ ഒത്തുവരുന്നില്ല, തീരുന്നില്ലത്. വികാരിച്ച വളരെ വിഷമത്തോടെ പറഞ്ഞു, ഒരു കട്ടളയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ശരിയായിരുന്നു, ഒരു കട്ടളയും കൂടെ. അതിനി വാങ്ങാൻ കാശില്ല. നേരെ പറമ്പിൽ പണി ചെയ്യുന്ന ചേട്ടനെയും കൂട്ടി വീട്ടിലോട്ട് ചെന്ന് വീടിൻ്റെ കട്ടളയങ്ങളാക്കി. ഇപ്പോഴൊന്നും നടക്കുന്ന കാര്യമല്ല ഇത്. പണ്ട് ഇപ്പോഴൊന്നുമില്ല. ഇപ്പം വേണേൽ പള്ളിയുടെ കട്ടളയിളക്കി വീട് പോയി കൊണ്ടുപോയി. അപ്പോൾ ഈ വീടിൻ്റെ കട്ടള ഇളക്കി കൊണ്ടുപോയി പള്ളി വികാരിച്ചനെ കൊടുത്തിട്ട് പറഞ്ഞു, വെച്ചോളാൻ പറഞ്ഞു. ഈ വീടിൻ്റെ കട്ടള ഇളക്കി പള്ളിക്ക് കൊടുത്തൊക്കെ പള്ളിക്കാർ 10 കൊല്ലം കൊണ്ട് മറക്കും. മറക്കും. 4 വികാരിച്ചന്മാർ മാറി വന്ന് 4 കമ്മിറ്റി മാറുമ്പോൾ മാറി നിൽക്കടാന്ന് പറയും. അല്ല, ഞങ്ങളുടെ അപ്പനാണ് കട്ടള, നിന്റെ അപ്പനും നിന്റെ കട്ടള ഇറങ്ങടാന്ന് പറയും. 2നെ കണ്ടുപോലെന്ന് പറയും. നിന്റെ അപ്പനെ കണ്ടുപോലും നിന്റെ കട്ടളയും കണ്ടുപോലും. മനുഷ്യരിതെല്ലാം മറക്കും കേട്ടോ, പക്ഷെ ദൈവം മറക്കത്തില്ല. അങ്ങനെ വീടിൻ്റെ കട്ടള ഇളക്കി പള്ളിക്ക് കൊണ്ടുവച്ച അപ്പൻ്റെ മകനെ ഈ സഭയുടെ മൊത്തം ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. ആ മകൻ്റെ പേരാണ് കർദിനാൾ ക്ലീമീസ് തിരുമേനി. മനസ്സിലായോ? ദൈവം മറക്കത്തില്ല. നമ്മളൊക്കെ തിരുമേനി ആവാത്ത എന്താന്ന് മനസ്സിലായോ? അത് എൻ്റെ കാര്യം. മനസ്സിലായോ? അതായത് വല്ലതും കൂടെ ഇളക്കിക്കൊണ്ട് പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് സഭയിൽ മെത്രാനാവാനുള്ള മാനദണ്ഡം കട്ടകളാക്കി കൊടുക്കാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയണ ദൈവം ഇതൊക്കെ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? ഇനി മലങ്കര സഭയുടെ തിരുവനന്തപുരം അതിരൂപതയുടെ അല്ല മലങ്കര സഭയുടെ ഇതെല്ലാം ആരുടെയാ? ഈ പുള്ളിയുടെയാ. അപ്പനൊരു കട്ടളയിളക്കി കൊടുത്തപ്പോൾ ദൈവം തമ്പുരാൻ സഭ തന്നെ എടുത്ത് കൈ കൊടുത്തിട്ട് നീ പോയിക്കോടാന്ന് പറഞ്ഞു. ദൈവം മറക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. സഭയോടുള്ള സ്നേഹം. ഇടവകയെ സ്നേഹിക്കണം, ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വികാരിച്ചന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയെ ശക്തിപ്പെടുത്തണം, സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യണം. കാരണം കർത്താവിൻ്റെ ശരീരമാണിത്. സാവൂൾ സഭയെ പീഡിപ്പിച്ചപ്പോൾ കർത്താവ് ചോദിച്ചത്, സാവൂൾ നീ എന്തിന് സഭയെ പീഡിപ്പിക്കുന്നതെന്നല്ല, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? സഭയാകുന്ന തൻ്റെ ശരീരം, യേശുക്രിസ്തുവിൻ്റെ ശരീരം, ആ ശരീരത്തെ നീ എന്തിനാണ് പീഡിപ്പിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, പള്ളികളിൽ അടികൂടരുത്. അപകടകരമായൊരു പ്രവണത നമ്മുടെ സഭാഗാത്രത്തിൽ ഒരു ക്യാൻസർ പോലെ പടർന്നു പിടിക്കുന്നുണ്ട്. അധികാരത്തിന് വിധേയപ്പെടണം. ദൈവം വെച്ചിട്ടുള്ള സംവിധാനങ്ങളെ മാനിക്കണം. ദൈവം വെച്ച സംവിധാനങ്ങളെ നിന്ദിക്കരുത്. സഭയോട് ചേർന്ന് നിൽക്കണം, സഭാധികാരികളോട് ചേർന്ന് നിൽക്കണം. അവരുടെ ഭാഗത്ത് കുറവുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഇത് ഒരു ശരീരമാണ്. ഭിന്നിച്ചും കലഹിച്ചും വിഭജിച്ചും പോകുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ സാക്ഷ്യം നൽകുന്നതിന് പകരം നമ്മൾ ഉതപ്പുകളായി മാറും. കാലം നമ്മെ നോക്കി പരിഹസിക്കും, പല്ലിളിക്കും. മറ്റ് മനുഷ്യര്, വിജാതീയര് നമ്മളെ നോക്കി പരിഹസിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. സഭയെ സ്നേഹിച്ചാൽ ദാവീദിനെ ദൈവം തന്റെ ഹൃദയത്തിന് ഇണങ്ങിയവനെ കണ്ടത് ദൈവജനത്തിനൊരു ഡാമേജ് വന്നപ്പോ അയാള് സ്വന്തം ജീവൻ പോലും നോക്കാതെ ഫ്രണ്ടിൽ നിന്നു. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ സഭയെ കെട്ടിപ്പടുക്കുമെന്ന് അയാൾ തീരുമാനിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. മതി.